أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر لا تنسني إذ ذاك في تلك الضرر قد جئت بابك راجيا نيل الظفر بنوالكم يا مصطفى لا ينكسر قلبي بعودي خائبا مع من خسر لو جاء إلى الكرماء من يشكو العسر بالافتقار فلا يعود بلا يسر هل من كريم مثلكم في من غبر أو من يجي لا وحق المقتدر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ബഹുവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുദ്ദഹർ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഹൽ അത്താ അലൽ ഇൻസാനി എന്ന് തുടങ്ങുന്ന അധ്യായം ഇന്നലെ വരെ 24 ആയത്തുകളാണ് നാം ഓതി വച്ചത്. ശേഷമുള്ള ഒരു 7 ആയത്ത് കൂടി വിശദീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മജ്‌ലിസ് സമാപിക്കുകയാണ്. നാം ഇവിടെ പറഞ്ഞ ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മാത്രമല്ല ഈ സൂറത്തിൽ നിന്ന് പഠിക്കാനുള്ള ആശയങ്ങൾ. ധാരാളം ആശയങ്ങൾ ഇനിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതും സംസാരത്തിൽ വിഷയീഭവിക്കാത്തതുമായി ഒരുപാടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ അങ്ങനെയാണല്ലോ. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതുപോലെ ഖുർആനിൻ്റെ സൂക്തങ്ങൾക്ക് സമുദ്ര തിരമാലകളെപ്പോലെ
ആശയങ്ങളുണ്ട്. തിരമാലകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. എത്രയാണ് അതിൻ്റെ എണ്ണം എന്ന് കണക്കാക്കാൻ കഴിയില്ല. തിരമാലകൾ അങ്ങനെയാണ്, അതങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. എണ്ണവും മറ്റും കണക്കാക്കാൻ കഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയതലങ്ങളും വളരെ വിപുലമാണ്. പരിശുദ്ധ ഖുർആനിലെ ആശയതലങ്ങൾ അത്രയും വിപുലമായതുകൊണ്ട് നേർക്കുനേരെ നാം പഠിക്കുന്ന കാണുന്ന ഒരർത്ഥവും മനസ്സിലാക്കേണ്ട മറ്റു ചില ആശയങ്ങളും ഖുർആനിനുണ്ടാകും. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഷാവറ അന്നുണ്ട്, ഇന്ന് മാത്രമല്ല, മുഷാവറയിൽ ഒരു ചെറുപ്പക്കാരനെ ഉൾപ്പെടുത്തി എന്ന നിലക്ക് ഒരു ചെറിയ പരാതി. മുഷാവറക്ക് കുറച്ച് പ്രായമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അഥവാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമേ. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കുണ്ടല്ലോ അതുപോലെ ഒരുപാട് മക്കൾ. എന്താപ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മോന് മാത്രം ഒരു പ്രത്യേക സീറ്റും പരിഗണനയും മുഷാവറയിലൊരു സ്ഥാനമൊക്കെ എന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ഇന്നഹു മിൻ ഹൈസു അലിംതും, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഭാഗത്തിലൂടെ തന്നെയാണ് ഞാൻ മഹാനവർകളെ പരിഗണിച്ചതും ചേർത്തതും. എങ്ങനെയാണ് അങ്ങനെ ചേർത്തതെന്ന് ചോദിച്ചപ്പോൾ, നാം എല്ലാവരും പഠിച്ചിരുന്ന ഉൾക്കൊണ്ടിരുന്ന ആശയങ്ങൾക്കപ്പുറം പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന തലങ്ങൾ ഈ ചെറുപ്പക്കാരന് വശമുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പറയൂ, സൂറത്തുൻ നസുർ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൻ നസുർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതിനുശേഷം പിന്നെ സൂറത്തായിട്ട് ഒരു സൂറത്തും ഇറങ്ങിയിട്ടില്ല. ആയത്തുകളായിട്ട് ചില്ലറ ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. സൂറത്തായിട്ട് ഒരു സൂറത്ത് അവസാനം ഇറങ്ങിയ സൂറത്ത് അതാണ്. സൂറത്തുൻ നസ്റിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മുന്നിൽ നിൽക്കുന്ന സ്വഹാബി പ്രമുഖന്മാർ പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് പ്രത്യേക സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നെത്തുക, പരിശുദ്ധ ഇസ്ലാമിന് നേരത്തെ ഉള്ളതിനേക്കാളും വലിയ വിജയം പല നാടുകളിലും വന്നു ചേരുക, എല്ലാ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ ഒഴുകിയെത്തുക, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്യണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ശുക്രിൻ്റെ ഒരു മാർഗം അവിടെ വിശദീകരിച്ചതാണ്. അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്യണം. ഇത് എല്ലാവരും മനസ്സിലാക്കിയ ഒരു തഫ്സീറാണ്. അപ്പോൾ പിന്നെ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്കെന്താണ് ആ സൂറത്തുൻ നസ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്? മുഷാവറയിലെ ചെറിയ പ്രായക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഒരു തഫ്സീറാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ ആ സൂറത്തിന് വേറെ ഒരു തഫ്സീറുണ്ട്. ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവധിയെ സംബന്ധിച്ചാണ് ആ സൂറത്ത്. ഈ സൂറത്തിലെ ആശയങ്ങളൊക്കെ ഇവിടെ സംജാതമായി കഴിഞ്ഞാൽ ഇനി തങ്ങൾക്ക് ഈ ഭൂമിയിൽ കൂടുതൽ കാലം ജീവിതമില്ല. അവിടുത്തെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന ഒരായത്ത സൂറത്താണിത്. മറ്റുള്ളവർ പറഞ്ഞ തഫ്സീറിൽ നിന്ന് ഒരു മാറ്റം, ഈ സൂറത്തിന് ഒരു വ്യാഖ്യാനം ആ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രത്യേകം പരിഗണിക്കാനുള്ള കാരണം എല്ലാ മജ്ലിസിലും എല്ലാ യോഗത്തിലും ഞാൻ എവിടെ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ അവിടെയൊക്കെ ഈ മഹാനവറുകളെ വിളിക്കാനുള്ള കാരണം ഇതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന തലങ്ങൾ നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്ന ഒരു സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ.
അങ്ങനെ ഒരറിവ് കിട്ടാൻ മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഖിദ്മത്ത് ചെയ്തു. അതാണ് കാരണം. ഖിദ്മത്ത് അറിവിനുള്ള ഒരു പ്രധാനപ്പെട്ട സബബാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായ നേരത്ത് മറ്റ് നിർദ്ദേശങ്ങളൊന്നും പറയാതെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ഖിദ്മത്ത്, അതിന് ചിലപ്പോൾ മൂല്യം കൂടി വരും. പുറത്തിറങ്ങിയപ്പോൾ പാതിരാത്രിയിൽ ഉളു എടുക്കാനും ശൗച്യം ചെയ്യാനുമുള്ള വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് പുറത്ത്. തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വെള്ളം കൊണ്ടുവച്ചത്? പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ചെറിയ കുട്ടി ആ കാര്യം മനസ്സിലാക്കി ചെയ്തതാണ്. അപ്പോൾ ഈ കുട്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ സമയത്ത് തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ വത്തഅ്വീൽ. അല്ലാഹുവേ, ഈ കുട്ടിക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, ഖുർആനിൻ്റെ തഫ്സീർ, വ്യാഖ്യാനങ്ങൾ നന്നായി നീ പകർന്നു കൊടുക്കണം. അങ്ങനെയാണ് റഈസുൽ മുഫസ്സിരീൻ എന്ന ആ വലിയ നാമത്തിൽ മഹാനവർകൾ വിശ്രുതനായത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ തഫ്സീറും സ്വഹാബിമാർ പറഞ്ഞ തഫ്സീറും രണ്ടും രണ്ടാണ്. അതേ സൂറത്തിന് തന്നെ വേറെയും കുറേ തഫ്സീറുകളുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അത് പഠിച്ചാൽ തീർക്കാൻ കഴിയാത്ത ഒരു ഇൽമാണ് ഇൽമു തഫ്സീർ. എന്നാലും കഴിവിൻ്റെ പരമാവധി ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക എന്ന വലിയ ഒരു സുഹൃതത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഖുർആനെ സംബന്ധിച്ചുള്ള 1-2 ആയത്തുകളാണ് ഇന്നലെ നാം സൂചിപ്പിച്ചത് സൂറത്തുൽ ഇൻസാനിൽ നിന്ന്. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലാഹു തആല ഖുർആൻ്റെ അവതരണവും ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യവുമൊക്കെ പറഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മളോടൊക്കെ നിർദ്ദേശിച്ച നിർദ്ദേശമാണ് വദ്കുരിസ്മ റബ്ബിക് വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല. നിന്റെ രക്ഷിതാവിൻ്റെ നാമം, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ തർബിയത്ത് ചെയ്ത് നിന്നെ വളർത്തുന്ന റബ്ബ് ഏകനായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ ഇസ്മ് നീ എപ്പോഴും ഓർക്കണം. നിന്റെ നാവിൽ എപ്പോഴും ആ ഇസ്മുണ്ടാകണം. റബ്ബിൻ്റെ ഇസ്മ് എന്ത് നീ തുടങ്ങുകയാണെങ്കിലും റബ്ബിൻ്റെ ഇസ്മിലായിരിക്കണം നീ തുടങ്ങേണ്ടത്. വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല. 2 നേരങ്ങൾ എണ്ണിപ്പറഞ്ഞത് മുഴുവൻ സമയങ്ങളും ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു ഭാഗമാണ്. ഖുർആനിൻ്റെ ഒരു ശൈലിയാണത്. ബുക്റതൻ വഅസീല എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അർത്ഥം വെക്കുന്ന ആളുകൾ വെക്കും പ്രഭാതത്തിലും പ്രദോഷത്തിലൊന്നും. അങ്ങനെയല്ല, എല്ലായ്പ്പോഴും എന്നാണ്. അതിനൊരു ചുരുക്കം പറഞ്ഞതാണ്. അങ്ങനെ എല്ലാ സമയത്തും ഉണ്ട്. സ്വർഗക്കാരുടെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞപ്പോഴും അല്ലാഹു തആല അങ്ങനെയാ പറഞ്ഞത്, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ. അപ്പോൾ കേട്ടൊരാൾ ചോദിച്ചു, പടച്ചോനെ, ഇവിടെ തന്നെ കുറേ വിശപ്പൊക്കെ സഹിച്ചാൽ പോയത്, ഇനി അവിടെ 2 നേരം മാത്രമേ ഭക്ഷണം ഉണ്ടാവുള്ളൂ. വലഹും റിസ്ഖുഹും ഫീഹാ, സ്വർഗക്കാർക്ക് സ്വർഗത്തിൽ റിസ്ഖ് ഉണ്ട്, ബുക്റതൻ വാഷിയ, രാവിലെയും വൈകുന്നേരം. ഇവിടെ തന്നെ അങ്ങനെയൊക്കെ സഹിച്ചു ഒപ്പിച്ചു പോയതാണ്. അവിടെ എത്തിയിട്ടും അങ്ങനെ അല്ല, ഫുൾ ടൈം ഉണ്ട്. ആ ഫുൾ ടൈമിനെ സംബന്ധിച്ചുള്ള ഒരു പറച്ചിലാണത് ബുക്റതൻ വാഷിയ. 24 മണിക്കൂർ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഖുർആൻ പലയിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉദുവം വാഷിയ, രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ 2 നേരത്തെ സൂചിപ്പിച്ചു, മുഴു ടൈം എന്നാണ് അർത്ഥം. അതേപോലെ ഇവിടെ ബുക്റതൻ വഅസീല, സദാസമയവും നീ എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും മനസ്സിൽ ഓർമ്മ വരേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ ഓർമ്മ വരണം. ഭക്ഷണം കഴിക്കുന്നിടത്ത് മാത്രമല്ല, എല്ലാ പ്രവർത്തനങ്ങളിലും. കാരണം എല്ലാ പ്രവർത്തനങ്ങൾക്കും നിനക്ക് ആവതു നൽകുന്നത്, കഴിവ് നൽകുന്നത് മറ്റാരുമല്ല, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് മാത്രമാണ്. ആ റബ്ബ് നിനക്ക് നൽകിയ കഴിവ് എടുത്തു മാറ്റാൻ തീരുമാനിച്ചാൽ അത് നൽകാൻ ഇവിടെ ആരും ഇല്ല. റബ്ബാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്.
പരിപാലിക്കുന്നവനായ റബ്ബിനെ എപ്പോഴും ഓർമ്മ വേണം, എല്ലാ സമയത്തും ഓർമ്മ വേണം. ജനിച്ചത് മുതൽക്ക് എല്ലാ സമയത്തും റബ്ബിനെ ഓർത്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലേക്ക് പിറന്ന് വീണപ്പോൾ തന്നെ ആദ്യമായി അവിടുന്ന് ഉച്ചരിച്ചത് അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മാണ് ആദ്യമായി ഉച്ചരിച്ചത്. പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാ എന്ന് തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് തങ്ങൾ ചൊല്ലുമ്പോൾ മലക്കുകൾ അതിന് തസ്മീത്ത് ചൊല്ലുന്നത് കേട്ടു എന്ന് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയത് കാണാം. തൊട്ടിലിൽ തങ്ങളെ ഇട്ടുകൊണ്ട് ആ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ട് അവിടുത്തെ ഉറക്കുന്ന, അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന മഹദിയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ. മഹദി പറഞ്ഞു, മലക്കുകൾ തസ്മീത്ത് ചൊല്ലുന്നത് കേട്ടു. അൽഹംദുലില്ലാ എന്ന് തൊട്ടിലിൽ വെച്ച് പറഞ്ഞപ്പോ മാലാകമാര് ഇർഹമുക്കല്ലാ എന്ന് ദിക്റ് ചൊല്ലിയിട്ട് പ്രാർത്ഥന നടത്തി. അള്ളാഹുവിനെ ഓർക്കുന്നു സദാസമയവും. ആ ദിക്റാണ് സഹോദരങ്ങളെ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് നടന്നത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബിസ്മില്ലാഹി ചൊല്ലുന്ന പതിവ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി ചൊല്ലുന്ന പതിവ് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി വരുന്നത് 40 വയസ്സിനോട് അടുക്കുന്ന നേരത്താണ്. പക്ഷേ അബൂ ത്വാലിബ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് ഉപ്പയുടെ നിർദ്ദേശപ്രകാരം അൽ അമീനെ ഞാൻ സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ 8 വയസ്സ് പ്രായം തികയുകയാണ്. ഞാൻ കണ്ട അത്ഭുതങ്ങളിൽ, വിസ്മയങ്ങളിൽ ഒന്ന്, മറ്റു കുട്ടികളിലൊന്നും കാണാത്ത രീതിയിൽ കണ്ടത്. അന്ന് അറേബ്യയിൽ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ ആരിലും ഞാൻ അത് കണ്ടിട്ടില്ല. ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും സദാസമയത്തും ചൊല്ലുന്ന ദിക്റാണ് ബിസ്മില്ലാഹിൽ വാഹിദ്. തുടങ്ങുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹിൽ വാഹിദ്. അബൂ ത്വാലിബ് പറഞ്ഞു, ഞാനും അത് പകർത്തി. ആ ചൊല്ലുന്ന ബിസ്മി അത് ഞാൻ കേട്ടു. എൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് മതിയാകുന്നില്ല എന്ന് പറയുമ്പോഴും അവരോട് ഞാൻ പറയുന്ന മറുപടി അൽ അമീനെ നിങ്ങൾ കൂടെ കൂട്ടണം, എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം തികയും. എന്താ കാരണം? അൽ അമീന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെപ്പോലെയല്ല. അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരു ഭക്ഷണവും കഴിക്കാറില്ല, ഒരു വെള്ളവും കുടിക്കാറില്ല. കുട്ടിക്കാലത്ത് തന്നെ ഇത് പതിവാണ്, എല്ലാ സമയത്തും ഇത് പതിവാണ് സഹോദരങ്ങളെ. ബിസ്മില്ലാഹി ചൊല്ലുന്നത്, അള്ളാഹുവിനെ ഓർക്കുന്നത് പതിവാണ്. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വസ്ത്രം അടിക്കുമ്പോഴും കിടക്കാൻ ഒരുങ്ങുമ്പോഴും കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിത്യജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീലാ, സദാസമയത്തും റബ്ബിനെ ഓർക്കാൻ മറക്കരുത്. റബ്ബിൻ്റെ പേര് പറയണം. ആ പേര് പറയുന്നതിൽ ഉള്ളത് എന്താണെന്നറിയുമോ? ശുക്റാണ്. എന്തിനാണ് ഇങ്ങനെ റബ്ബിൻ്റെ പേര് ഓർക്കണം, പറയണം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാ തരം അനുഗ്രഹങ്ങളും ചെയ്തവൻ യജമാനനായ റബ്ബാണ്. ആ റബ്ബിന് ശുക്ർ ചെയ്യുക എന്നത് വാജിബാണ്. ശുക്രുൽ മുൻഇമി വാജിബുൻ എന്നാണല്ലോ തത്വം. അനുഗ്രഹം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമാണ്. നന്ദിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടുത്തെ ഇസ്മിനെ, അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മിനെ എപ്പോഴും പറയുന്നത്, ഓർക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് അത് പഠിപ്പിക്കുന്നത്, ചൊല്ലാൻ പക്വതയെത്താത്തവർക്ക് ചൊല്ലിക്കൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നത്. ചൊല്ലാൻ കുട്ടികൾ പഠിച്ചിട്ടില്ല, പഠിച്ച് ശീലമാകാനായിട്ടില്ല, ചെറിയ പ്രായമേ ആയിട്ടുള്ളൂ. പക്ഷേ കൊടുക്കുന്ന ആൾ ബിസ്മി ചൊല്ലിയിട്ട് കൊടുക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഒരാൾ തുമ്മിയാൽ
അൽഹംദുലില്ലാ ചൊല്ലാൻ മറന്നാൽ അവനോട് പോയി അവൻ്റെ അടുത്ത് ചൊല്ലിക്കൊടുക്കണം അൽഹംദുലില്ലാന്ന്. അവൻ ചൊല്ലാൻ വേണ്ടിയിട്ട് നീ തുമ്മിയിട്ടുണ്ട് എന്നല്ല പറയണ്ടേ, അൽഹംദുലില്ലാ എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അയാൾ പറയണം അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ കേൾക്കുന്ന ആള് അല്ലാഹു തആലാക്ക് ഹംദ് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ഒരു യർഹമുക്കല്ലാഹ്, അതും അല്ലാഹു തആലാന്റെ ദിക്ർ തന്നെയാണ്. അപ്പൊ യർഹമുക്കല്ലാ എന്ന് ഹംദിന് മറുപടിയായിട്ട് ഒരാൾ പറയുമ്പോൾ അയാൾക്ക് വീണ്ടും ഒരു സന്തോഷത്തിന്റെ പ്രാർത്ഥന ഇഹ്ദീകുമുല്ലാഹ്. അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയിട്ട് യർഹമുക്കല്ലാ എന്ന് പറയുന്നതിന് ചെറിയ സ്ഥാനമൊന്നുമല്ല ഉള്ളത്, വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളത്. തുമ്മിയാൽ ഒരു അൽഹംദുലില്ലാ എന്ന് പറയുന്നത് വലിയൊരു ശുക്രാണ്. കാരണം ഒരൊറ്റ തുമ്മലിലൂടെ 70-ലധികം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നോക്ക് നിങ്ങൾ, തലവേദന ആയിരിക്കുമ്പോഴായിരിക്കും ഒരു തുമ്മൽ വരുന്നത്, പിന്നെ തലവേദന മാറി, ഒരു മരുന്നും കുടിച്ചിട്ടില്ല. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു തുമ്മൽ വന്നു, ക്ഷീണം മാറി. ടെൻഷനായിരിക്കുമ്പോൾ ഒരു തുമ്മൽ വന്നു, ടെൻഷൻ മാറി. അപ്പോൾ ആവേശവും ഉണർവും ഇതൊക്കെ കിട്ടുന്ന രൂപത്തിൽ ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണത്. അപ്പം അതിനാണ് അല്ലാഹു തആലാക്ക് ഒരു ശുക്ർ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ മനുഷ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം പറഞ്ഞ വചനം അതല്ലേ, അൽഹംദുലില്ലാ. ആദം നബി അലൈഹിസ്സലാമിൽ അല്ലാഹു തആല റൂഹിനെ നിക്ഷേപിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഒന്ന് തുമ്മിയ ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കേട്ട മലക്കുകൾ മുഴുവനും പറഞ്ഞു ഇർഹമുക്കല്ലാഹ്. അങ്ങനെയാണ് അൽഹംദുലില്ലാ എന്നുള്ള തുടക്കം. ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞ ആദ്യത്തെ വാക്കാണത് അൽഹംദുലില്ലാ. തുമ്മുന്നത് പലപ്പോഴും കേൾക്കും അല്ലേ, തുമ്മുന്നതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ പറയണമെന്നാണ് ഹംദ്. പക്ഷെ ഹംദിൻ്റെ സൗണ്ട് കുറവാ. ഹംദ് എത്ര ഉച്ചത്തിലാണ്, ചില ആൾക്കാർ തുമ്മിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇവിടൊക്കെ ഒന്ന് വറക്കും, ഇങ്ങനെ ആ രൂപത്തിലായിരിക്കും. തുമ്മിയ ശബ്ദത്തെക്കാളും ശബ്ദം കൂടണം അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ എന്ന ആ പറച്ചിൽ കേട്ട് ഇവിടെ എത്ര ആൾ കേൾക്കുന്നു അവരൊക്കെ ജവാബ് പറയണം ഇർഹമുക്കല്ലാന്ന്. നമ്മൾ കേൾക്കാത്ത, നമ്മൾ ശരിക്ക് കേൾക്കാത്തൊരു ടീമും പറയുന്നുണ്ട് ഇർഹമുക്കല്ലാന്ന്. അത് നമ്മളെ ഹംദ് എത്രമാത്രം വലുതാകുന്നോ അതിനനുസരിച്ചാണ് അവരും പറയുന്നത് ഇർഹമുക്കല്ലാന്ന്. മലക്കുകളാണത്. ഇവിടെ ഇർഹമുക്കല്ലാ എന്ന് പറയുമ്പോൾ അവരും പറയും ഇർഹമുക്കല്ലാന്ന്. അപ്പം അത് ചെറിയൊരു പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇർഹമുക്കല്ലാ എന്നുള്ള പ്രാർത്ഥനയിൽ ഇനിയും അല്ലാഹു തആലാനെ സ്തുതിക്കാനും ശുക്ർ ചെയ്യാനും ഉള്ള വലിയ തൗഫീഖ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകട്ടെ എന്നൊരു അനുഗ്രഹ പ്രാർത്ഥനയാണത് ഇർഹമുക്കല്ലാ. ആ റഹ്മത്തും ബറക്കത്തും കിട്ടാൻ വേണ്ടി തന്നെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടടുത്ത് വന്നിട്ടാണ് തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. എന്നാൽ തങ്ങളിൽ നിന്നൊരു ഇർഹമുക്കല്ലാ എന്ന് ദുആ കിട്ടിയാൽ കഴിച്ചല്ലോ, രക്ഷപ്പെട്ടല്ലോ. അത് അവർക്കറിയാം, ആ ഇർഹമുക്കല്ലാ എന്ന് കിട്ടിയാൽ നമുക്ക് ലാഭമാണ്. അത് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്നിട്ട് ആണ് തുമ്മിയിട്ട് ഒറ്റ പറച്ചിൽ പറയുക അൽഹംദുലില്ലാ. അപ്പോൾ തങ്ങൾ നേരെ ദ്വാരന്ന് കൊടുക്കും യഹ്ദീകുമുല്ലാ. ഇനി ദ്വാരന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വേണ്ട, ഒരു ദ്വാ അവർക്ക് ആയിക്കോട്ടെ, ഒരു ദ്വാ തന്നെയല്ലേ, യഹ്ദീകുമുല്ലാ എന്ന് ദ്വാരന്ന് കൊടുക്കും. അവരാഗ്രഹിച്ചു വന്നത് യഹ്ദീകുമുല്ലാ എന്നുള്ളതിനല്ല, ഇർഹമുക്കല്ലാ എന്ന് കിട്ടാനാണ്. അപ്പോൾ തങ്ങൾ ചൊല്ലിക്കൊടുക്കും യഹ്ദീകുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് നിർവഴി തരട്ടെ, ഹിദായത്ത് തരട്ടെ എന്നുള്ള വിശാലമായ അർത്ഥത്തിലുള്ള ആ പ്രാർത്ഥന. ഇതൊക്കെ അല്ലാഹു തആലാന്റെ ദിക്റാണ്. ഇതിന് എത്രമാത്രം വലിയ സ്ഥാനമുണ്ട് നോക്ക് നിങ്ങൾ. ദിക്ർ സദാസമയത്തും കൊണ്ടു നടക്കുന്ന മനുഷ്യനിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്നവനാണ് മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്ന ശൈത്വാൻ, പിശാച്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദിക്ർ ചൊല്ലാതെ, ബിസ്മി ചൊല്ലാതെ, അല്ലാഹു തആലാന്റെ നാമം പറയാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ശൈത്താൻ പറയും അവൻ്റെ കൂട്ടാളികളോട്, ഖദ് അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് രാത്രി ഭക്ഷണവും കിട്ടി, ഇവിടെ കിടക്കാനുള്ള സ്ഥലവും കിട്ടി, നല്ല വീട്ടിലെത്തിയത്. നമുക്ക് ഏകദേശം കൂടപ്പുറപ്പുകളായ ആൾക്കാരാണ്, പടച്ചോനൊന്നും ഓർമ്മല്ല, ദിക്റും ചെല്ലുന്നില്ല, വെട്ടി വീങ്ങുന്നുണ്ട്, അപ്പോൾ കൂടെ ചേരാം, ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യാം. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊരു ഉമ്മ താക്കോൽ ഇങ്ങനെ തുറന്ന് ബിസ്മില്ലാ എന്നും പറഞ്ഞിട്ടാണ് കാലങ്ങോട്ട് എടുത്തു വെച്ച് വീട്ടിലേക്ക്. അവൻ തൊട്ടടുത്തുള്ള ആളുകളോട്, കൂട്ടാളികളോട് പറയും ഇവിടെ പാർക്കാൻ പറ്റൂല,
ആ വീട്ടിലേക്ക് കയറിയ ആൾ ആദ്യം തന്നെ ബിസ്മില്ലാഹി എന്നുള്ള മേൽവിലാസത്തിലാണ് കയറിയത്. അല്ലാഹുത്തആലാന്റെ ദിക്ർ ഉച്ചരിച്ചുകൊണ്ടാണ്, അല്ലാഹുത്തആലാനെ സ്മരിച്ചുകൊണ്ടാണ് കയറിയത്. അതുകൊണ്ട് അങ്ങോട്ട് ഇനി പ്രവേശിക്കാൻ കഴിയൂല. ആ ദിക്റിനുള്ള ഒരു കാവലും ശക്തിയാണ്. പടച്ച റബ്ബിനെ ഓർത്തു എന്നുള്ളത് കൊണ്ട് അല്ലാഹുത്തആല നൽകുന്ന ഒരു ഹിഫ്ള്, ഒരു കാവൽ, അതെല്ലാ സമയത്തും നിലനിർത്തണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ആ ഭക്ഷണം എങ്ങനെങ്കിലും ഒന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ശൈത്താൻ ആദ്യം ഒരാളെ വിട്ടു, ഒരു അറാബിയെ. അറാബികൾക്ക് പിന്നെ അത്രയല്ലേ കഥ ഉണ്ടാകുള്ളൂ. ഓടി വന്ന് ഭക്ഷണപാത്രത്തിലേക്ക് അങ്ങോട്ട് കൈയിടാൻ നോക്കി. ബിസ്മി ചൊല്ലുന്നതിൻ്റെ മുമ്പ് കൈയിടുന്ന ആള് ആ കൂട്ടത്തിലെ ആദ്യത്തെ ശൈത്താനാണ്. ഇങ്ങനെ ഒരു കൂട്ടം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബിസ്മി അങ്ങനെ ആക്രാന്തം അങ്ങനെ മൂത്തിട്ടുണ്ടാകുമല്ലോ ചില ആൾക്കാർ. ബിസ്മില്ല ഹംദുല്ല കേൾക്കല് അവർ ആ കൂട്ടത്തിലെ, സ്വകാര്യമായി പറഞ്ഞാൽ മതി, ആ കൂട്ടത്തിലെ ഒരു ശൈത്താനാണ്. അയാൾ ബിസ്മി അല്ലിയിട്ടാ തുടങ്ങിയെങ്കിൽ കുഴപ്പമില്ല. എന്ത് ബിസ്മി, എന്ത് ഹംദ്, ഇതിങ്ങോട്ട് കണ്ടപ്പോഴേക്കന്നെ കൈ വരെ കേൾക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു അറാബി വന്ന് കൈയിടാൻ നോക്കിയപ്പോൾ ആ അറാബിൻ്റെ കൈയിനൊരു പിടുത്തം പിടിച്ചു. ഒറ്റ പിടുത്തം. ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടാൻ അയച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചെറിയൊരു പെൺകുട്ടി, പ്രായപൂർത്തി എത്താത്ത ചെറിയൊരു കുട്ടി ഓടി വരുന്നു ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടാൻ. ഇടത്തെ കൈകൊണ്ട് ആ പെൺകുട്ടിയെയും പിടിച്ചു. എന്നിട്ട് കൂടെയുള്ള സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, കണ്ടോ നിങ്ങൾ ശൈത്താനിൻ്റെ പണി. നമ്മൾ കഴിക്കാനിരിക്കുന്ന ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും അവന് അനുവദനീയമായി കിട്ടണം. അതിന് ആദ്യം അറാബിയെ വിട്ടു. അറാബിയെ ഞാൻ പിടിച്ചു വെച്ചപ്പോൾ ഈ പെൺകുട്ടിയെയും വിട്ട്. ഈ പെൺകുട്ടിക്ക് തെക്കിലീഫെത്തിയിട്ടില്ലല്ലോ, ചെറിയ മോളല്ലേ. അപ്പം അതിനെ ചീത്തയൊന്നും പറയാൻ പറ്റൂലല്ലോ, ചെറിയ കുട്ടിയല്ലേ. എങ്ങനെങ്കിലും ബിസ്മി എല്ലുന്നതിൻ്റെ മുമ്പ് ഒരു പിടുത്തം പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് കുട്ടിയെ വിട്ടു. രണ്ടാളെയും ഞാൻ പിടിച്ചു വെച്ചു. രണ്ടാളെയും തങ്ങൾ ബേക്കോട്ട് നിർത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒരു പിടി ഭക്ഷണം എടുത്ത് അറാബിക്ക് കൊടുത്തു. അടുത്തൊരു പിടി ഭക്ഷണം എടുത്ത് പെൺകുട്ടിക്കും കൊടുത്തു. ശൈത്താന് അമ്പേ പരാജയപ്പെടുകയാണ്. ആ ദിക്ർ ചൊല്ലുന്നതിൻ്റെ മുമ്പ് ഒരു പിടുത്തം കിട്ടാനാണ് അവൻ രണ്ടുപേരെയും അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സമ്മതിച്ചില്ല. ദിക്ർ ചൊല്ലണം, അള്ളാഹുവിനെ ഓർക്കണം സദാസമയത്തും. എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മയുള്ള ആള് എപ്പോഴും ശുക്റുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഹദീസ് കണ്ടില്ലേ? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തത്, ഖാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, മുഴുവൻ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർമ്മയുള്ളവരായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ. എപ്പോൾ പറയുകയാണെങ്കിലും അള്ളാഹുവിനെ പറയൽ. പറയുന്ന വിഷയങ്ങളൊക്കെ അള്ളാഹുവിനെയാണ്. പഠിപ്പിക്കുന്ന വിഷയങ്ങളും അള്ളാഹുവിനെയാണ്. ഏത് സംഗതിയും ഓർക്കുന്നതും അള്ളാഹുവിനെയാണ്. ഫീ കുല്ലി അഹ്യാനിഹി എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും അങ്ങനെയാണ്. 24 മണിക്കൂറും അങ്ങനെയാകുമ്പോൾ ഉസ്താദേ, ഉറക്കത്തിൽ എങ്ങനെയുണ്ടാകുമോ ഉറക്കത്തിലും ഉണ്ടാകും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മഹാന്മാർ പറയുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്ന ആള് ചൊല്ലിയിട്ട് മുഷാഹദയുടെ പദവിയിലേക്ക് എത്തണം. എന്താണ് മുഷാഹദ എന്ന് പറഞ്ഞാൽ, ഖാലൽ ഇമാമു സുഹ്റവർദി ഖുദ്ദിസ വല്ലഹ്സനുൽ അഖ്സൽ മുഷാഹദത്തുൽ ഉലാ. ഇമാം സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം ഉയർന്ന മുഷാഹദ ലഭിക്കലാണ്. മുഷാഹദ എന്താണ്? ഹിഫ്ളുൽ അൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദുഖൂലുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖലാ. മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് പ്രവഹിക്കുന്നതും രണ്ട് സമയത്തും ബില്ലാഹ്, അല്ലാഹ് 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 എന്ന് വരണം. ഫിൽ മലഇ, ജനങ്ങൾക്ക് ഇടയിൽ വെച്ചും, വൽ ഖലാ, ശൂന്യതയിലും. ആരും ഇല്ലാതെ ഒറ്റക്ക് കിടന്നുറങ്ങുന്നവരുടെ ആ മഹാന്മാരുടെ ശ്വാസം ഒന്നുപോയി ഒന്ന് അടുത്തൊന്നിരുന്ന് നോക്കൂ, കേട്ടു നോക്കൂ. ഉള്ളിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും
നമുക്കതിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത് അല്ലാഹ് 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 അല്ലാഹ്. ഉള്ളിലേക്ക് വലിക്കുന്നതും അങ്ങനെ തന്നെ, പുറത്തേക്ക് വിടുന്നതും അങ്ങനെ തന്നെ. എങ്ങനെയാണ് അങ്ങനെയായത്? ചൊല്ലി 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 അവരെ സംസാരത്തിലും അവരെ ശ്വാസോച്ഛ്വാസത്തിലും അവരെ ചിന്തയിലും അവരെ നടത്തത്തിലും അവരെ ഇരുത്തത്തിലും എല്ലാ സംഗതികളിലും അവർ ചൊല്ലും അള്ളാഹുവിൻ്റെ ദിക്റ്. ആ ദിക്റ് അവർ വിടാതിരുന്നപ്പോൾ ആ രൂപത്തിൽ ദിക്റ് അവർക്ക് സ്ഥാനം കൊടുത്തു. മുഷാഹദ എന്ന് പറയുന്ന ഉയർന്ന പദവിയിലേക്ക് അവരെത്തി. അള്ളാഹുവിനെ ഓർമ്മ വേണം എന്നാണ് മറ്റൊരു തഫ്സീർ. വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വഅസീല. എല്ലാ ഇപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വേണം, അള്ളാഹുവിനെ മറക്കരുത്. അമ്പിയാക്കൾ ഓർമ്മിച്ചതുപോലെ ഫുൾ ടൈം അവർ അള്ളാഹുവിനെ ഓർമ്മയുള്ളവരാണ്. പടച്ച റബ്ബിനെ മറക്കാൻ പാടില്ല. കാരണം റബ്ബാണ് സഹോദരങ്ങളെ നമുക്ക് എല്ലാം നൽകിയത്. മറ്റൊരാളെപ്പറ്റി ഒരാൾ തന്നു എന്ന് നമുക്ക് പറയാനില്ല. അങ്ങനെ പറയുന്നുവെങ്കിൽ തന്നെ അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഒരു സബബ് മാത്രമാണ്, കാരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ മുൻഇമ് നമുക്ക് തന്നത്, അനുഗ്രഹം ചൊരിഞ്ഞത് അള്ളാഹുവാണ്. അമ്പിയാക്കൾ ഓർത്തതുപോലെ ഓർക്കണം. എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തില്ലേ? എല്ലാ സമയത്തും പടച്ച റബ്ബിനെ ഓർത്തില്ലേ? സന്തോഷാവസ്ഥയിൽ മാത്രമല്ലല്ലോ, പ്രതിസന്ധി ഘട്ടത്തിലും അവർ ഓർത്തു അള്ളാഹുവിനെ. പടച്ച റബ്ബിനെ ഓർമ്മയുള്ളത് കൊണ്ട്, നന്നായി ഓർമ്മയുള്ളത് കൊണ്ട് മറ്റൊരു വിഷയവും ആവശ്യമില്ലാതെ വന്നു. പിന്നെ എന്തെങ്കിലും അവർ ചൊല്ലിയിട്ടുണ്ടെങ്കിലോ അത് നേരം പോക്കിന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ദുനിയാവിൽ ജീവിച്ച 200 കൊല്ലം അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഒരു 190 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷദായകമായ ഘട്ടം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഒരു 50 ദിവസം ദുനിയാവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്ര സന്തോഷമുള്ള ഒരു സംഗതി ദുനിയാവിൽ വേറെ ഉണ്ടായിട്ടില്ല. ആ അഗ്നിക്കുള്ളിൽ കിടന്ന 50 ദിവസം, നിമ്രൂദിൻ്റെ അഗ്നികുണ്ഡത്തിൽ കിടന്ന ഒരു 50 ദിവസമുണ്ട്. അതാണ് ഏറ്റവും നല്ല സന്തോഷമുള്ളത്. കാരണം സ്വർഗീയ പാനീയവും സ്വർഗീയ ഭക്ഷണവും കിട്ടിയാൽ പിന്നെ വേറെ സന്തോഷം വേറെ പറയണം. ആ അഗ്നിയിലേക്ക് മഹാനവറുകളെ തെറ്റുവില്ല് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞപ്പോൾ, താഴെ ഉള്ളിലെത്തിയപ്പോൾ ഉടനെ തന്നെ ഒരു ആൾ രൂപം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിൽ. ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിച്ചു, നീ ആരാണ്? ഞാൻ അല്ലാഹു തആല പറഞ്ഞയച്ച ഒരു മലക്കാണ്. എന്തിന്? അല്ലാഹു തആലാനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, വല്ല ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം സാധിപ്പിച്ചു തരാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്നെ എനിക്കൊരാവശ്യമില്ല, നീ വിക്കോറും. നിന്നെ എനിക്കൊരാവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം മലക്ക് പറഞ്ഞു, അല്ലാഹു തആലാനോട് ചോദിക്കാനില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൽമുഹു ബി ഹാലി യക്ഫീനി അൻ സുആലി. അല്ലാഹു തആലാക്ക് അറിയാലോ ഞാൻ പടച്ച റബ്ബിൻ്റെ വിഷയത്തിലല്ല ഇങ്ങോട്ട് വലിച്ചെറിയപ്പെട്ടത്. ഞാൻ ഈ അഗ്നിയിലേക്ക് പ്രവേശിച്ചത് എൻ്റെ കുടുംബകാര്യത്തിന് വേണ്ടിയോ എൻ്റെ സാമ്പത്തിക വിഷയത്തിലുള്ള തർക്കം രൂക്ഷമായതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടിപിടി കേസിൽ വന്നതുകൊണ്ടോ ഒന്നും അല്ലല്ലോ. എന്താണ് എന്നെ ഇതിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് അതിലേക്ക് ക്ഷണിച്ചു എന്ന കാരണം കൊണ്ടല്ലേ. അതുകൊണ്ട് അല്ലാഹു തആലാക്ക് എൻ്റെ അവസ്ഥ അറിയാലോ, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരെ ദിക്റിൻ്റെ ഊക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൻ്റെ ആ ഓർമ്മയുടെ ഊക്കാണത്. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ ദിക്ർ ചൊല്ലിയത് എന്ന്? അതൊരു ടൈം പാസിനാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ടൈം പാസിനാണ്. ടൈം പാസിന് തന്നെയാണ് അല്ലാഹു തആല മലക്കിനെ അയച്ചു കൊടുത്തത്. നേരം പോക്കിന് ഒന്ന് സൊല്ലാൻ, ഒന്ന് വർത്താനം പറയാൻ, ചിലപ്പോഴൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ ഒരു മലക്കിനെ അയച്ചു കൊടുത്തു. നിമ്രൂദ് ഇങ്ങനെ വന്ന് മുകളിൽ നിന്ന്, അങ്ങേയറ്റത്തെ മലയുടെ മുകളിൽ നിന്നിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നിയുടെ ഉള്ളിൽ ഇരിക്കുന്നതാ കണ്ടത്. അപ്പോൾ വിളിച്ചു, ഇബ്രാഹിം നബിനെ വിളിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നിങ്ങളെ അപ്പുറത്ത് ആരോ ഒരു ആൾരൂപം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ ഉണ്ട് എന്ന് പറഞ്ഞു.
അതൊരു മലക്കിനെ അല്ലാഹുത്താല അയച്ചതാണ്. എനിക്കൊരു നേരം പോക്കിന് വേണ്ടി, ടൈം പാസിന്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സംസാരിക്കാൻ ഒരാൾ വേണ്ടി, അതിനയച്ചതാണ്. പുറത്തേക്ക് വരാൻ പറ്റുമോ? പുറത്തേക്ക് വരുന്നതിന് എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ലല്ലോ, പുറത്തേക്ക് വരാം, ഒരു പ്രശ്നമില്ല. അപ്പം ആ 50 ദിവസം എനിക്ക് ഏറ്റവും ദുനിയാവിൽ സന്തോഷം പകർന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരെ മനസ്സിലുള്ള ആ ഓർമ്മ നോക്ക് നിങ്ങൾ. മലക്ക് വന്ന് അള്ളാഹുവിനോട് വല്ലതും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അല്ലാഹു തആലാക്ക് എൻ്റെ അവസ്ഥ അറിയാലോ, ഞാൻ ഓർക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതൊക്കെ അള്ളാഹുവിനെ പറ്റിയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മളെ ഹാല് നോക്ക് നിങ്ങൾ. അവർ എല്ലാ സംഗതികളിലും മേൽവിലാസമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ മലക്കൾ ചോദിച്ചത്, പടച്ചോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ പേര് വിളിച്ചിരിക്കുന്നത് നിന്റെ ഖലീൽ എന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭാര്യയില്ലേന്ന് വെച്ചോ? ഭാര്യയുണ്ട്, ഒന്നല്ല 2 ഭാര്യയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളില്ലേന്ന് വെച്ചോ? മക്കളുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, ഒക്കെ ഉണ്ട്. ഈ മക്കളും പേരമക്കളും സമ്പത്തും ഇല്ലേ? സമ്പത്തുണ്ട്. അതിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറുന്ന ഒരാൾ എങ്ങനെ നിന്റെ ഖലീലാകും? അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, അത് നിങ്ങൾ നേരെ പോയി അങ്ങോട്ട് പരിശോധിച്ചോളൂ, നേരെ പോയിക്കോളൂ, നേരെ പോയിട്ട് എൻ്റെ ഖലീലിനെ പരിശോധിച്ചോളൂ. ഞാൻ ഖലീലാണ് എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ ഖലീലാകാൻ യോഗ്യനാണോ അല്ലേ എന്ന് നിങ്ങൾ പോയി പരിശോധിക്കും. എന്നിട്ട് നിങ്ങൾ പറയണം എന്നെക്കുറിച്ചുള്ള ഓർമ്മയും ബോധമൊക്കെ എത്ര ഉണ്ട്. അപ്പോൾ മനുഷ്യരൂപത്തിൽ ഒരാൾ വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല, ഈ കാണുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സമ്പത്തായിട്ട് ആടുമാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ആരതാണ്? കുറേ മൃഗങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, പശുക്കളുണ്ട്, അതുപോലെ തന്നെ പിന്നെ ആടുണ്ട്, പിന്നെ ഒട്ടകങ്ങളുണ്ട്, ഇതൊക്കെ അപ്പുറത്തതാ കുറേ തോട്ടങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉടനെ മറുപടി വന്നു, ലില്ലാ, അള്ളാഹുവിൻ്റെതാണെന്നാണ്. നമ്മളെന്താ പറയുക, അതിൻ്റെ സ്ഥലമാണ്, അത് ജ്യേഷ്ഠൻ്റെ സ്ഥലമാണ്, മൂത്താപ്പാൻ്റെ സ്ഥലമാണ്. നമ്മളെ മറുപടി നേരെ അങ്ങനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കാരതാന്ന് ചോദിച്ചപ്പോൾ മറുപടി അങ്ങനെ, ലില്ലാ വലാകിൻ ഫീ യദി, താൽക്കാലിക സംരക്ഷണത്തിന് എൻ്റെ കയ്യിലാണ്. ഒരു മേൽനോട്ടത്തിന് വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കയ്യിലാണ്, കൈവശാവസ്ഥയിലാണ്. പക്ഷെ എനിക്കല്ല, അതിൻ്റെ മിൽക്കൊന്നും എനിക്കല്ല, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്. ലില്ലാഹി വലാകിൻ ഫീ യദി. അപ്പോൾ ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് ചോദിച്ചു, അല്ല, ഇതിൽ നിന്ന് വല്ലതും എനിക്ക് തരുമെന്ന് വെച്ചു. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളൂ, ദിക്ർ ചൊല്ലിയിട്ട് അതിൻ്റെ 1/3 ഭാഗം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചൊല്ലിയൊരു ദിക്ർ, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, വളരെ ശ്രേഷ്ഠമായ ദിക്ർ. വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലൽ സുന്നത്തുള്ളൊരു ദിക്ർ. ആ ദിക്റാണ് സഹോദരങ്ങളെ മലക്ക് ചൊല്ലിയത്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. 1/3 ഭാഗം എടുത്തോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ചെറിയ ഒട്ടകങ്ങളും ചെറിയ രൂപത്തിൽ ഉള്ള മൃഗങ്ങളുമല്ല, ഒരുപാടുണ്ട്. ആടുകൾ തന്നെയുണ്ട് 500-ലധികം. അതേ രൂപത്തിൽ ഒട്ടകങ്ങളുമുണ്ട്, അതേ രൂപത്തിൽ പശുക്കളുമുണ്ട്. ഓരോന്നിൻ്റെയും 1/3 ഭാഗം മാറ്റിവെച്ചു. ഇനിയും നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഇനിയും ദിക്ർ ചൊല്ലിയാൽ ഇനിയും തരും. 2ാമതും ചൊല്ലി, ബാക്കിയുള്ളതിൻ്റെ പകുതി എടുക്കാൻ പറഞ്ഞു. കൂട്ടി നോക്കിയാൽ 2/3 ഭാഗം ഇവിടെ എത്തി. ചൊല്ലിയത് 2 ദിക്റാണ്. നമ്മളെ ഈ കണക്കൂട്ടുന്ന ദുനിയാവിലെ എല്ലാ സംഗതികളുടെയും മൂല്യല്ലേ, കാശില്ലേ, കോടികളില്ലേ, ആ കോടികളൊക്കെ എത്ര കൂട്ടിയാലും ഈ ദിക്റായിരിക്കും അതിൻ്റെ മേലെ. പിന്നെയും ചൊല്ലി, ഇനിയും തരുമെന്ന് വെച്ചപ്പോൾ ഇനിയും തരും, ചൊല്ലിക്കോളും എന്ന് പറഞ്ഞു. ദിക്ർ പിന്നെയും ചൊല്ലി. അങ്ങനെ മുഴുവൻ സമ്പത്തും ആ വന്നാളെ കൈക്കലായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ സമ്പത്തും ഇതാ ആടുമാട് ഒട്ടകങ്ങൾ മുഴുവനും തന്നില്ലേ? അതുമാത്രമല്ല, അതിനെ നോക്കാനും മേയ്ക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാനും കാവൽക്കാരായിട്ട് അതിനെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ നായകളുണ്ട്. ഈ 12 നായകളെയും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു.
അപ്പം നായകൾ നോക്കുമ്പോൾ നായൻ്റെ കഴുത്തിലൊക്കെ സ്വർണ്ണമാലയുണ്ട്. ആ സ്വർണത്തിൻ്റെ വില അത്രയേ ഉള്ളൂ. നായൻ്റെ കഴുത്തിൽ 12 നായകളുടെയും കഴുത്തിൽ സ്വർണത്തിൻ്റെ നല്ല ചെയിനുണ്ട്. നായൻ്റെ കഴുത്തിൽ 12 നായകളെ കൊടുത്ത് കൊണ്ടുപോയിക്കൊള്ളുന്നു. ഇനിയും ഞാൻ ദിക്റ് ചൊല്ലിയാലോ എന്ന് ചോദിച്ചു. ഇനി നിങ്ങൾ ദിക്റ് ചൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഖാദിമായി വരും, നിങ്ങളെ വേലക്കാരനായി, നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളായി ഞാൻ വരും. കാരണം നിങ്ങൾ നേരത്തെ ദിക്റ് 3 പ്രാവശ്യം ചൊല്ലിയപ്പോഴാണ് ഈ കാണുന്ന സമ്പൽ സമൃദ്ധി മുഴുവനും നിങ്ങൾക്ക് ഞാൻ തന്നത്. ഇനിയും നിങ്ങൾ ദിക്റ് ചൊല്ലിയാൽ ഞാൻ നിങ്ങളെ ഖാദിമായി നിങ്ങളെ കൂടെ വരും. അത് പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചു ആ മലക്കിനോട്, എങ്ങനെയുണ്ട്, എങ്ങനെ അനുഭവിച്ചു നിങ്ങൾ എൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിശോധിച്ചിട്ട് എങ്ങനെ അനുഭവിച്ചു? മലക്ക് പറഞ്ഞു, നിഅമൽ ഖലീലു ഖലീലുക യാ അല്ലാഹ്, നിന്റെ ഖലീൽ ഏറ്റവും നല്ല ഖലീലാണ്. ഖലീലാകാൻ പറ്റിയ ആൾക്ക് തന്നെയാണ് നീ ഖലീൽ എന്നുള്ള നാമകരണവും സ്ഥാനവും കൊടുത്തത്. ഒരു സാധാരണ ആളല്ല. എത്രയാണ് നിന്റെ ദിക്റിന് മൂല്യം കണക്കാക്കിയത്, എത്രയാണ് അതിന് വില കണക്കാക്കിയത്. ഒരു സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന ഒരു ദിക്റിന് കൊടുത്ത സംഭാവനയും സമ്മാനവും ചെറുതല്ലല്ലോ. നിന്നെയാണല്ലോ പൂർണ്ണമായും ബോധ്യമുള്ളത്, അറിവുള്ളത്, ചിന്തയുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ ഉത്തരങ്ങൾ മുഴുവനും നിന്നോട് ബന്ധിപ്പിച്ചിട്ടാണല്ലോ തരേണ്ടത് മുഴുവനും എനിക്ക് തന്നത്. മറ്റൊരു ചിന്തയുമല്ലല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിലുള്ളത്. അള്ളാഹുവേ, ഞാനിങ്ങനെ പരിശോധിച്ചത് മുഴുവനും കൈക്കലാക്കി, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞോളൂ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഞാനൊരു മലക്കാണ്, നിങ്ങളിൽ നിന്ന് ഞാനിതൊക്കെ ഒരു പരീക്ഷണാർത്ഥാണ് ഞാൻ ഇതൊക്കെ ചോദിച്ചു വാങ്ങിയത്, അതുകൊണ്ട് നിങ്ങളിതൊക്കെ തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ മലക്കാണെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ ഖലീലാണ്, കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന പണിയില്ല, കൊണ്ടുപോയേ പറ്റൂന്ന് പറഞ്ഞു. മലക്കായാലും വേണ്ടിയില്ല, ജിന്നായാലും വേണ്ടിയില്ല. നിങ്ങൾ അള്ളാഹു തആലാന്റെ മലക്കായാലും വേണ്ടിയില്ല, ജിന്നായാലും വേണ്ടിയില്ല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ഖലീലാണ്. അമ്പിയായിനല്ലേ സ്ഥാനം, മലക്കൾക്കല്ലല്ലോ. ഞാൻ അള്ളാഹുവിൻ്റെ ഖലീലാണ്, കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന പണിയില്ല, കൊണ്ടുപോയിക്കോണമെന്ന് പറഞ്ഞു. അള്ളാഹു തആലാനോട് മലക്ക് ചോദിച്ചു, പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും? സമ്പത്തിലേക്കൊരാവശ്യമില്ലല്ലോ മലക്കിന്. അള്ളാഹു തആല പറഞ്ഞു, ആ സമ്പത്ത് മുഴുവനും വിൽപ്പന നടത്തിയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പൊതുവായിട്ട് ഒരു സ്ഥലം വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ഫലസ്തീനിൽ പോയാൽ നമുക്ക് കാണാം ജബൽ സൈത്തൂൻ എന്ന് പറയുന്നൊരു മല. അത് മുഴുവനും അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ സമ്പത്ത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങി വഖഫാക്കി വെച്ച സ്ഥലമാണ്. അവിടെയാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്തി ഉറങ്ങുന്നത്, ജബൽ സൈത്തൂണിലാണ്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. കാശൊക്കെ ഒരു കൂട്ടി വെച്ച് പോകുന്നത് നല്ലതാണ്, അങ്ങോട്ടൊക്കെ പോയി കാണുന്നതേ നല്ലതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ ജബൽ സൈത്തൂൺ മുഴുവനും ആ രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമ്പത്ത് കൊണ്ട് വാങ്ങിയതാണ്. ഇപ്പം അല്ലാഹു തആലാനെ ഏത് രൂപത്തിലാണ് മക്കളുണ്ടെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിലൊക്കെ മഹാന്മാർ ഓർത്തെടുത്തത് എല്ലായ്പ്പോഴും. അതാണ് ഖുർആനിൽ നമ്മോട് ഉപദേശിക്കുന്നത്, വദ്കുരിസ്മ റബ്ബിക ബുക്റതം വഅസീലാ. എല്ലാ സമയത്തും നീ അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ പറയണം. സഹോദരങ്ങളെ, ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല, സന്തോഷാവസ്ഥ വരുമ്പോൾ മാത്രമല്ല, പടച്ച റബ്ബിനെ ഓർക്കേണ്ട സന്ദർഭങ്ങൾ സദാസമയവുമാണ്. ഓരോ നിമിഷങ്ങളിലും അല്ലാഹു തആല നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അള്ളാഹുവിനെ പറയുന്നതിന് നമുക്ക് മടിയുണ്ടാകരുത്, അള്ളാഹുവിൻ്റെ ഇസ്മി ഏറ്റു ചൊല്ലുന്നതിന് നമുക്ക് പിശുക്കുണ്ടാകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആവർത്തിച്ച് ചൊല്ലേണ്ട ദിക്റാണ്. ഒരു ദിവസം തന്നെ എത്ര പ്രവർത്തനങ്ങൾക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലേണ്ടത്. അത്രയും പ്രവർത്തനങ്ങൾക്കത് ചൊല്ലുന്ന ഒരാൾ, ചൊല്ലാൻ എപ്പോഴും പരിശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്ന ആൾ നല്ല ഭാഗ്യമുള്ള ആളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്മിൻ്റെ മേൽവിലാസത്തിൽ
ഏത് സംഗതികളും ആരംഭിക്കേണ്ടത് അങ്ങനെയാണ്. അതേ, അതിൽ കിട്ടുന്നൊരു ബറക്കത്ത് അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലുതാണ്. ബിസ്മില്ലാ അല്ല, നീ റബ്ബിനെ ഓർക്കാനുള്ള പ്രത്യേക ഇബാദത്തായ നിസ്കാരം അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ നിലനിർത്തിക്കൊണ്ടുപോകണം. നിസ്കാരത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാത്ത ഒരു സൂറത്തും അല്ലാഹുവിൻ്റെ ഖുർആനിൽ ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു സൂറത്ത് കാണാൻ കഴിയുമോ? എല്ലാ സൂറത്തിലും ഉണ്ട്. നിസ്കാരത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു ഇവിടെയും. വദ്കുരിസ്മ റബ്ബിക ബുക്റതൻ വ അസീലാ. നിസ്കാരം നീ നിലനിർത്തണം. ബുക്റതൻ എന്ന് പറഞ്ഞില്ലേ, അത് സുബ്ഹി നിസ്കാരത്തെ സംബന്ധിച്ചാണ്. പിന്നെ അസീലൻ, അതേ വൈകുന്നേരം എന്ന് പറയുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തുള്ള 2 നിസ്കാരം, അത് ളുഹുറും അസ്റുമാണ്. പിന്നെ മഗ്രിബും ഇശാഉമോ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, വമിനൽ ലൈലി ഫസ്ജുദ് ലഹു. രാത്രിയിലും അല്ലാഹുവിന് നീ നിസ്കരിക്കണം. പകല് മാത്രമല്ല, രാത്രിയിലും നീ നിസ്കരിക്കണം. വസബ്ബിഹു ലൈലൻ ത്വീലാ. അതിനു പുറമേ സുദീർഘമായ നിസ്കാരം രാത്രി നബിയെ തങ്ങൾ നിസ്കരിച്ചോളണം. സുദീർഘമായ രാത്രി നിസ്കരിക്കാൻ പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘമായി നിസ്കരിച്ചത് രാത്രിയിലാണ്, പകലിലല്ല. രാത്രിയിൽ സുദീർഘമായ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരൊറ്റ റക്അത്തിൽ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത്. എത്രമാത്രം വലിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിച്ചത്. രാത്രി തങ്ങളോടൊപ്പം ഒന്ന് കൂടട്ടെ എന്ന് കരുതിയിട്ട് ഖിദ്മത്തിന് വേണ്ടി പലപ്പോഴും ചാൻസ് നോക്കി നടന്നിട്ട് ഒരു ദിവസം ചാൻസ് കിട്ടിയപ്പോൾ കൂടെ കൂടി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇന്നേതായാലും വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കട്ടെ എന്നുള്ളത്. രാത്രി കൂടെ കൂടി. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞു, അർദ്ധരാത്രി വരെ 12 വരെ ഉറങ്ങിയിട്ട് തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ. ആ സമയം വരെ ഉറങ്ങി, പിന്നെ എഴുന്നേറ്റു. നിസ്കാരം തുടങ്ങിയപ്പോൾ തങ്ങൾ പിന്നിൽ നിൽക്കാൻ പറഞ്ഞൊന്നല്ലേ, ഏതായാലും തങ്ങൾ നിസ്കരിക്കല്ലേ, അപ്പോൾ പിന്നിൽ നിൽക്കാതിട്ട് ഞാനും പിന്നിൽ കൈ കെട്ടിയപ്പോൾ ഫാത്തിഹ ഓതി. പിന്നെ നേരെ തുടങ്ങിയ അൽബക്കറ. ഫാത്തിഹ കഴിഞ്ഞ അൽബക്കറ 2.5 ജുസില്ലേ സഹോദരങ്ങളെ, അതങ്ങനെ ഓതി. മഹാനവറുകൾ വിചാരിച്ചു അൽബക്കറ തീരുമ്പോൾ നേരെ റുക്കൂ പോകും. എവിടെ? ആലിമ്രാൻ തുടങ്ങി. ഒരേ റക്അത്തിലാണ്. അപ്പോൾ വിചാരിച്ചു ആലിമ്രാൻ കഴിഞ്ഞാൽ പോകുന്നു. അപ്പോൾ പിന്നെ സൂറത്തുൻ നിസാ തുടങ്ങി. ഒരേ റക്അത്തിലാണ് 5 ജുസ് ഓതുന്നത്. ലൈലൻ ത്വീല, നീണ്ട നിസ്കാരം. വസബ്ബിഹു ലൈലൻ ത്വീല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പതുക്കെ ഒന്ന് ഇരുന്നിട്ട് അത്തഹിയാത്തിൽ വേഗം ഓതിയിട്ടൊന്ന് സലാം വീട്ടിയാലോ എന്ന് കരുതിപ്പോയി. ഞാൻ ഒറ്റ റക്അത്തിൽ തന്നെ. പിറകിൽ നിന്ന് നിങ്ങൾ നിസ്കാരത്തിൽ കൂടിക്കോളും തങ്ങൾ ക്ഷണിച്ചിട്ടൊന്നുമില്ല. തങ്ങളേതായാലും തുടങ്ങിയില്ലേ, അപ്പോൾ പിന്നിൽ നിന്നിട്ട് അങ്ങോട്ട് കൈ കെട്ടിയതാണ്. കൈ കെട്ടിയപ്പോൾ ആ നിസ്കാരം പോകുന്നത് ഇങ്ങനെയാണ്. എത്ര നിസ്കരിച്ചാലും നിസ്കാരം സഹോദരങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിനോടും ശരീരത്തിനോടും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മുഅ്മിനായ മനുഷ്യന് എത്ര നിസ്കരിച്ചാലും മതിവരില്ല. നിസ്കാരവുമായി വലിയൊരു ബന്ധം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ശരീരത്തിനും ആത്മാവിനും നിസ്കാരവുമായി നല്ല ബന്ധമുണ്ടോ? എത്ര നിസ്കരിച്ചാലും മതിവരില്ല. എത്ര നിസ്കരിച്ചാലും മടുപ്പ് വരില്ല. ശരിയായ നിലക്ക് നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നമ്മളെ ബന്ധത്തിൻ്റെ കുറവാണ്, നമ്മളെ ആത്മബന്ധത്തിൻ്റെ കുറവാണ്. നമ്മുടെ ഖൽബ് അതുമായി ശരിക്ക് ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലം, നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കാഴ്ചാ സ്ഥലം കാണാൻ പറ്റിയ സ്ഥലമാണ്. നല്ല പൂന്തോട്ടമുണ്ട്, നല്ല മന്ദമാര് തന്നെ അടിച്ച് വീശുന്നുണ്ട്, നല്ല കാഴ്ചാ സ്ഥലങ്ങളുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സുന്നത്തായ സ്ഥലങ്ങൾ, ഹറാമിയത്ത് നിറഞ്ഞതല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എത്ര നേരം കണ്ടാലും നിന്നാലും നോക്കിയാലും മതി വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിലേക്ക് അതത്രയും പിടിച്ചുപോയി. അതുകൊണ്ടല്ലേ എത്ര നേരം നോക്കി നിൽക്കുന്നു, എത്ര നേരം നടക്കുന്നു, എത്ര നേരം ഇരിക്കുന്നു,
എത്ര നേരം വിശ്രമിക്കുന്നു, എത്ര നേരം ഇരുന്നിട്ട് അവിടെ കാറ്റുകൊള്ളുന്നു, നോക്കി ആസ്വദിക്കുന്നു, എത്ര നേരം അല്ലേ? നിങ്ങളൊന്ന് പോയി നോക്കി. വയനാട്ടിലൊക്കെ പോകുമ്പോൾ കാണാം കുറേ ആൾക്കാരങ്ങനെ. മുഹമ്മദ് കങ്ങൾ കണ്ടെന്ന് വയനാട്ടിലേക്ക് ചുരം കയറി പോകുമ്പോൾ കുറേ ആൾക്കാർ കാണാം തായോട്ടങ്ങ നോക്കി. ഒരു കാഴ്ച കാണാൻ ഒരുപാടുണ്ട്. തായോട്ടങ്ങ നോക്കി നിൽക്കുന്നു. നമ്മൾ വയലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആൾക്കാർ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. അവർ പോയിട്ടുണ്ടാകില്ല. അവർ പിന്നെ ആ നോട്ടത്തിൽ തന്നെയാണ് നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഭൂമിയുടെ ആ വിശാലമായ ഘടന മുകളിൽ നിന്ന് തായോട്ട് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് കാഴ്ചാ സ്ഥലങ്ങൾ. അതിൻ്റെ ഒരു ഭാഗത്ത് കൃഷിയിടങ്ങൾ മാത്രം തന്നെ, വേറെ ഒരു ഭാഗത്ത് പച്ചപ്പുള്ള ഒരുപാട് നല്ല നല്ല മരങ്ങൾ, തോട്ടങ്ങൾ, ബിൽഡിങ്ങുകൾ. അത് പിന്നെ പുതുതായി വന്നതാണ് ബിൽഡിങ്ങുകൾ, കുറേ ബിൽഡിങ്ങുകൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഒക്കെ കാണാം. മേലൊന്ന് താഴോട്ടിങ്ങനെ നോക്കിയിട്ട് ഓരോന്നിങ്ങനെ കാണുമ്പോൾ എണ്ണി ഇങ്ങനെ കാണല്ലേ അല്ലേ? അപ്പോൾ പിന്നെ മുട്ടുംകാലിന് വേദനയോ നിന്നിട്ട് കാലിന് വല്ല ക്ഷീണമോ ഒന്നുമില്ലല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ, ഒന്നും പറയുന്നില്ല. എന്നാ പിന്നെ ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നുണ്ടോ അതും പറയുന്നില്ല ചില ആളുകൾ, മണിക്കൂർ കണക്കിന് നിന്നിട്ട്. അപ്പോൾ നിസ്കാരം ഇതേ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒന്ന് ലയിച്ചാൽ അത്രയും നേരം നിന്ന് നിസ്കരിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടാകില്ല. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ നിസ്കാരവുമായിട്ട് ശരീരത്തെ അത്രയും ബന്ധിപ്പിച്ചത്. അവരൊക്കെ ഒരൊറ്റ രാത്രിയിൽ ഒരു സൂറത്തിൽ അങ്ങനെ ഓതി നിസ്കരിച്ചതും, അതുപോലെ തന്നെ രാത്രി നിസ്കാരം നീട്ടി ദീർഘമായി നിസ്കരിച്ചതൊക്കെ ആ രൂപത്തിൽ നിസ്കാരവുമായി മനസ്സും ശരീരവും ബന്ധപ്പെടുത്തിയിട്ടാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രാത്രി നിസ്കാരം എന്ന് പറയുമ്പോൾ മനസ്സിനൊരു പ്രത്യേകമായ ഒരു ഉണർവും ഒരു ഭക്തിയും ലഭിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടി അല്ലാഹു തആല അത് ഊന്നിപ്പറഞ്ഞത് വസബ്ബിഹു ലൈലൻ ത്വീല. രാത്രി നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ തങ്ങളെ ആകർഷിച്ചിരുന്ന ഒരു അമലാണ് നിസ്കാരം. അതെപ്പോഴാന്ന് ചോദിക്കുമ്പോൾ അതും രാത്രിയിൽ നിസ്കാരം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയും, രാത്രി നിസ്കാരത്തിന് തങ്ങൾ എഴുന്നേറ്റിട്ട് 10 റക്അത്ത് സുദീർഘമായ നിസ്കാരമായിരിക്കും. 11 റക്അത്ത് വിത്റാണ്, 10 റക്അത്ത് സുദീർഘമായ നിസ്കാരം. അത് ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 2.5 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഉണ്ടാകും ആ 10 റക്അത്ത്. സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് 1 റക്അത്ത് ബാക്കി ഉണ്ടാകുമ്പോൾ സുബ്ഹി വാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ബാക്കിയുണ്ടാകും. 1 റക്അത്ത് ശേഷിക്കുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും തഹജ്ജുദിന്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും. ഒരു വീടാണോ? അല്ല, 9 വീടുകളിലുള്ള ഉമ്മമാരെയും വിളിച്ചുണർത്തും. അവരെ മാത്രമാണോ? അല്ല, 10ാമത്തൊരു വീട്ടിൽ പോയി വിളിച്ചുണർത്തുന്നുണ്ട്. അതേതാ വീട്? സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും താമസിക്കുന്ന വീട്. സുബഹി നിസ്കാരത്തിന് മരുവനെ വിളിക്കാൻ തീരുണ്ടോ? മകളെ മാപ്പിളിനെ പുതിയാപ്പിളിനെ പറഞ്ഞത്, നിങ്ങളെ നാട്ടിലുള്ള മരുവൻ എന്നുള്ള അർത്ഥത്തിലല്ല, മകളെ പുതിയാപ്പിളിനെ സുബഹിക്ക് വിളിക്കാൻ തീരുണ്ടെങ്കിൽ തന്നെ വലിയ ധൈര്യം. അപ്പോഴേക്ക് നമ്മളെ ആൾക്കാരെ ശഫായത്ത് വരും. 3 മണിക്കല്ലേ ഇന്നലെ വന്നത്, കുറച്ചേരം കൂടെ നിങ്ങൾ എന്തിനെങ്ങനെ ഇടങ്ങേറാക്കണ് ഒരാളെ ശഫായത്ത്, മറ്റേ വൈകിയല്ലേ വന്നത്, കുറച്ചേരം വന്നിട്ട് ആ കുറച്ചേരം കിടന്നോട്ടെ എന്നുള്ള ആ ശഫായത്ത് സ്വീകരിക്കലോടുകൂടെ ആ സുബഹി പോയി. ആ വന്ന യാത്രയുടെ ഫലം മൊത്തം പോയി. യാത്ര വന്ന ഇശാവൊക്കെ നിസ്കരിച്ചിന്ന് പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വിമാനത്തിൽ അങ്ങനെ എത്താൻ വൈകിയപ്പോൾ വീട്ടിലെത്താനും വൈകിയതാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. അങ്ങനെയാണ് സമയം വന്നത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ സമയം രാത്രി 1 മണിയായി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഓടി ഇവിടെ എത്തുമ്പോഴേക്ക് 2-2:30 അങ്ങനെയാണ്. അതപ്പോൾ അങ്ങനെ വന്നിറങ്ങിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അത് വിചാരിച്ചിട്ട് ഈ സുബഹി 2 റക്അത്ത് ഖളാക്കണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ അപ്പോൾ ഇഖ്ലാസോടെ വിളിക്കാൻ പോയ ഉപ്പ വിചാരിക്കണം, എന്നാൽ ഞാൻ വിളിക്കണ്ട, കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ. ആകെ 1 മണിക്കൂറും 10 മിനിറ്റോ 12 മിനിറ്റേ ഉള്ളൂ സുബഹി. അത് മൊത്തം അങ്ങോട്ട് പോയാൽ അപ്പോൾ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്നുള്ളത് സ്വീകരിച്ച് ഇപ്പുറത്തേക്ക് മാറുമ്പോഴേക്ക് സുബഹി ഖളായി. അതിന് വഴിയൊരുക്കരുത്. അപ്പം നമ്മൾ തിരിച്ചു പറയേണ്ടത്, ഉറങ്ങിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, നിസ്കരിച്ചിട്ട് ഒന്ന് റാഹത്തിൽ പിന്നെ ഒന്ന് വിശ്രമിച്ചോട്ടെ. ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടാവും, യാത്രക്കാരനല്ലേ, എന്നാലും 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, എന്നാൽ പിന്നെ അത് നഷ്ടപ്പെടൂലല്ലോ, നിസ്കരിച്ചോട്ടെ. ആ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ക്ഷീണം മാറ്റിക്കോട്ടെ, മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവുമല്ലോ.
അതേ സമയത്ത് നിങ്ങൾ നോക്ക്, ഈ 9 വീട്ടിലെ ഉമ്മമാരെ വിളിച്ചുണർത്തുന്നു തഹജ്ജുദിന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരി. ചെറിയ പെണ്ണല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ട് എന്നെ ഒന്ന് വിളിക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് ഉളു എടുത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോൾ തങ്ങൾ അപ്പുറത്തും 9 വീടുകളിലും വിളിച്ചുണർത്തും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്ത് പോയി, കതകിൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് തങ്ങൾ ചോദിക്കുന്നു, അലാ തുസല്ലിയാൻ, എഴുന്നേൽക്കുന്നില്ലേ, നിസ്കരിക്കുന്നില്ലേ? സുബിഹിയല്ല, രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. അത് ചോദിക്കുമ്പോഴേക്ക് തന്നെ 2 പേരും എഴുന്നേറ്റിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, അംഫുസുനാ ബിയദില്ലാ, അല്ലാഹു തആലാന്റെ നിയന്ത്രണത്തിലാണ് ഞങ്ങളുടെ ആത്മാവുകൾ. ഇൻഷാ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു ഞങ്ങളെ ഉണർത്തുമല്ലോ. ഇൻഷാ അബഅസനാ, റബ്ബ് ഉദ്ദേശിച്ചാൽ ഞങ്ങളെ ഉണർത്തുമല്ലോ എന്നൊരു തിരിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. 2 കൈ കൊണ്ട് തങ്ങളിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ മുട്ടി മേടിക്കൊണ്ട് കാലിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തങ്ങൾ പറഞ്ഞു, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യന് പ്രകൃതിപരമായൊരു സ്വഭാവമുണ്ട്. എന്ത് ഉപദേശിച്ചു കൊടുത്താലും ഒന്ന് ക്രോസ് ചെയ്യുന്ന സ്വഭാവം, അത് മനുഷ്യൻ്റെ പ്രകൃതിപരമായൊരു സ്വഭാവമാണ്. നല്ലതാന്നൊക്കെ അറിയും, എന്നാലും ചിലപ്പോഴുണ്ടാകും അതിനൊരു എതിർപ്പ്, ഒരു മറുവാക്ക്. അത് മനുഷ്യൻ്റെ പ്രകൃതിപരമായൊരു സ്വഭാവമാണ്. ആ ആയത്തും ഓതിയിട്ട് തങ്ങൾ തിരിച്ചു നടന്നു. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും എഴുന്നേറ്റു, നിസ്കരിച്ചു. ഒരു 2 റക്അത്തെങ്കിലും അങ്ങനെ എന്നും പതിവാക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മളൊരു മുറാദ് മാത്രം പോരാ, അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ നടത്തണം. രാത്രി നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സമ്പത്താണ്, നമുക്ക് വലിയൊരു സമ്പത്താണത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ, ഫലറക്അതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ, രാത്രിയിലെ 2 റക്അത്ത് നിസ്കാരം അത് പാരത്രിക ലോകത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന നിധിയാണ്. നഷ്ടപ്പെടാത്ത രീതിയിൽ നിനക്ക് സൂക്ഷിക്കാൻ പറ്റും ആ നിധി. ഫസ്തക്സിറന്ന മിനൽ കുനൂസി ലിഫാഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ, കുടുംബക്കാർ സഹായത്തിനെത്താത്ത, കൂട്ടുകാരും സഹായത്തിന് വരാത്ത പരലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് കർമ്മങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് പരലോകത്തിന് യൗമുൽ ഫാഖ എന്നൊരു പേരുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ദിവസം യൗമുൽ ഫാഖ, ആവശ്യങ്ങൾ പലതും അധികരിക്കുന്ന ദിവസം എന്നൊരു പേരുണ്ട്. അന്നത്തെ ദിവസം നിനക്ക് എണ്ണി നിന്റെ നിധിശേഖരങ്ങൾ മുന്നിലേക്ക് വെക്കാം. നിന്റെ കിതാബ് തുറക്കുമ്പോൾ നിനക്ക് ധാരാളം നിധികൾ അതിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിധിയാണ് ഈ നിസ്കാരം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരത്രിക ലോകത്ത് വലിയ ഒരു സ്ഥാനം അല്ലാഹു നൽകുന്നുണ്ട്, മഖാമും മഹ്മൂദ്. ഒരൊറ്റ നബിക്കും ആ സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു ആ സ്ഥാനം നൽകുന്നത്. ഒരു രാജാവിനും അത് കിട്ടൂല, വേറൊരു നേതാവിനും അത് കിട്ടൂല, വേറൊരു നബിക്കും ഒരു മലക്കിനും ഒരു വലിയനും അത് നൽകപ്പെടൂല. ആ ഉന്നതമായ സ്ഥാനം നൽകുന്നതിൻ്റെ ഭാഗമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയേ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. രാത്രി എഴുന്നേറ്റുകൊണ്ട് തങ്ങൾ നിസ്കരിക്കണം, ഉറക്കൊഴിച്ചുകൊണ്ട് തങ്ങൾ നിസ്കരിക്കണം. നാഫിലത്തല്ലക്ക, തങ്ങൾക്കൊരു അധികം ഫർളായിട്ട്. നമുക്ക് 5 നിസ്കാരമേ ഫർളുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നുകൂടി ഫർളുണ്ട്, അതാണ് സ്വലാത്തു തഹജ്ജുദ്. ഏറെയുള്ളൊരു ഫർളാണ് തങ്ങൾക്കത്. തങ്ങൾക്കൊരു കൂടുതലായ ഫർളായ നിലക്ക് രാത്രി എഴുന്നേറ്റ് തങ്ങൾ നിസ്കരിക്കണം. അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ, തങ്ങളെ റബ്ബ് മഖാമും മഹ്മൂദ് എന്ന ഉന്നതമായ സ്ഥാനത്തിലേക്ക് തങ്ങളെ അള്ളാഹു അയക്കും, നിയോഗിക്കും. ആ സ്ഥാനത്ത് തങ്ങൾ കയറി നിൽക്കുമ്പോൾ എല്ലാ നബിമാരും അവിടുത്തെ സ്തുതിക്കും,
യഹ്മദുഹു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ. മുഴുവൻ നബിമാരും മുഴുവൻ മഹാന്മാരും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു സ്ഥാനമാണ് മഖാമുൻ മഹ്മൂദ്. ആ ഉന്നതമായ സ്ഥാനം തങ്ങൾക്ക് അല്ലാഹു തആല നൽകും. തങ്ങൾ അതിന് മുന്നോടിയായി ഈ നിസ്കാരം തങ്ങൾ നിലനിർത്തണം. ആ നിസ്കാരം നിലനിർത്തുന്നതിന് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പതിവാക്കേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചാൽ പ്രധാനമായും കിടക്കുന്ന സമയത്ത് വുളൂ എടുക്കുക എന്നുള്ള ഒരു ശീലം നിത്യമാക്കണം. കിടക്കാൻ വേണ്ടി സമയത്തുള്ള ഒരു വുളൂ, ഒരു പൂർണ്ണമായ വുളൂ. മഗ്രിബിൻ്റെ മുമ്പ് ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് അല്പം തസ്ബീഹുകൾ പതിവാക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ദിക്ർ പതിവാക്കണം. ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ സമയം ഇബാദത്തിലായി ചെലവഴിക്കണം. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും പ്രത്യേക ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വേഗം ഉറങ്ങണം. വർത്തമാനം പറഞ്ഞിരുന്ന് നേരം കളയരുത്. വെറുതെ സൊറ പറഞ്ഞിരുന്ന് നേരം കളയാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അത് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ദിക്റും ഈ വുളൂഉം ഈ തസ്ബീഹും തഹജ്ജുദിനുള്ള സഹായമാണ്. ചില ആളുകൾ പറയും, ഉസ്താദേ എത്ര വിളിച്ചാലും എഴുന്നേൽക്കാൻ ഇങ്ങോട്ട് കഴിയാറില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ദിക്ർ എന്നും പതിവാക്കിയാൽ മതി. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗം അത് ഓതുമ്പോൾ മനസ്സിൽ നിയ്യത്താക്കുക. ഉണരാനുള്ള സമയം 5 മണിയാണെങ്കിൽ 5 മണി. ഇപ്പോൾ വാങ്ക 5:30 കഴിഞ്ഞിട്ടല്ലേ. അങ്ങനെ 4:30 ആണെങ്കിൽ 4:30. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ എന്ന് തുടങ്ങി താഴെ വരെയുള്ള ആയത്തുകൾ, ആ ആയത്തുകൾ ഓതുന്നതിൻ്റെ അടക്കം മനസ്സിൽ നിശ്ചയിക്കുക. ഉണർത്തും എന്ന് ഉറപ്പായിട്ടും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയൊരു സംഗതിയാണ്, ഹദീസിലുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചൊല്ലി അങ്ങനെ കടന്നിട്ട് ഇത് ഓതിക്കടന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പിന്നെയും നമ്മൾ കിടക്കുക എന്നുള്ളത് അത് നമ്മളെ പ്രശ്നമാണ്. എഴുന്നേൽപ്പിക്കും, അതിൽ യാതൊരു സന്ദേഹവുമില്ല. അപ്പോൾ ആ നിസ്കാരം നിലനിർത്തുന്നതിൽ വലിയ പുരോഗതിയുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി നിസ്കരിച്ച് ദീർഘമായി ദുആ ചെയ്ത് നമ്മെ പഠിപ്പിച്ച ഒരു നിസ്കാരവും ഒരു ദുആയുമാണത്. വസബ്ബിഹുഹു ലൈലൻ ത്വീല. രാത്രിയിലുള്ള നിസ്കാരത്തിന് പ്രത്യേക ആത്മാർത്ഥതയും പ്രത്യേകതയും ഉള്ളതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, അമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹുഹു ലൈലൻ ത്വീല. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ നിർദ്ദേശിച്ചാലും ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇങ്ങനെ നിസ്കരിക്കണം, അള്ളാഹുവിനെ ഓർക്കണം, പടച്ച റബ്ബിനെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും നബിയെ ഇന്ന ഹഉലാഇ, നിശ്ചയം ഇക്കൂട്ടർ, ഈ വിഭാഗം അഥവാ സത്യനിഷേധികൾ, യുഹിബ്ബൂനൽ ആജില, അവർ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ദുനിയാവിൻ്റെ താല്പര്യങ്ങളിൽ കിടന്ന് മറിച്ച് തളയുകയാണ്, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് ആനന്ദങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്, അതിൽ സദാസമയത്തും പരിശ്രമിക്കുന്നു. യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. വയദറൂന വറാഅഹും, അവരുടെ മുന്നിൽ, ഇനി പിറകിൽ എന്ന് വെച്ചാലും കുഴപ്പമില്ല, മുന്നിൽ വരാനുള്ളതാണ്. ഇനി ജീവിതം കഴിഞ്ഞിട്ട് എന്ന നിലക്ക് പിറകിൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അവരുപേക്ഷിക്കുന്നു യൗമൻ സഖീല, ഘനമേറിയ ഒരു ദിവസം, ഭാരമേറിയ ഒരു ദിനം, വലിയ പ്രയാസം സൃഷ്ടിക്കുന്നൊരു ദിനം വരാനുണ്ട്. ആ ദിനം അവർ ഇട്ടേച്ച് കളയുന്നു, അതവർ തീരെ ഓർക്കുന്നില്ല. ദുനിയാവിനെ തീരെ പ്രേമിക്കാനും സ്നേഹിക്കാനും പറ്റൂല എന്നാണോ ഈ പറഞ്ഞത്? സഹോദരങ്ങളെ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതും ദുനിയാവിനെ സ്നേഹിക്കുന്നതും
ദുനിയാവ് നൽകിയ അള്ളാഹുവിന് വേണ്ടിയാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ മഹബത്ത് ഫലവത്താകുന്നത്. പടച്ച റബ്ബിന് വേണ്ടിയാകണം ആ സ്നേഹിക്കുന്നത്. ദുനിയാവിനെ അല്ലാഹു തആല ഉദാഹരിച്ചത് കണ്ടില്ലേ നിങ്ങൾ? ഈ നേരത്തെ വന്ന ഈ ലോകത്തെ അല്ലാഹു തആല ഉദാഹരിച്ചത് ഖുർആനിൽ പലയിടത്തും വെള്ളത്തോടാണ്. വെള്ളത്തോടല്ലേ ദുനിയാവിന്? വെള്ളമാണല്ലോ ദുനിയാവ്, വെള്ളത്തിനെ പോലെയാന്നാ പറഞ്ഞത്. അൽ കഹ്ഫ് സൂറത്തിലും നമ്മൾ ഓതാറുണ്ട്, വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഭൗതിക ലോകത്തുള്ള ജീവിതത്തിൻ്റെ ഉദാഹരണം കമാഇൻ, അത് ജലം പോലെയാണ്, വെള്ളം പോലെയാണ്. അൻസൽനാഹു മിനസ് സമായി, മേൽഭാഗത്തുനിന്ന് നാം ഇറക്കിയ വെള്ളം പോലെ. എന്താ വെള്ളത്തിനോട് ഉപയോഗിക്കാനുള്ള കാരണം? വെള്ളം ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകൃതമായി നിൽക്കൂല. ദുനിയാവും അങ്ങനെ തന്നെയാണ്, ഒരേ അവസ്ഥയിൽ അത് ശേഷിക്കൂല. ദുനിയാവിന് മാറ്റങ്ങൾ വരുന്നു, ദുനിയാവിന് വിവിധ പരിവർത്തനങ്ങൾ വരുന്നു. വെള്ളം ഒരേ അവസ്ഥയിൽ എപ്പോഴും നിലനിൽക്കൂല. ദുനിയാവും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തും ശേഷിക്കുന്ന ഒന്നല്ലല്ലോ വെള്ളം. ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇപ്പോൾ വറ്റി വരണ്ടുപോയി. വലിയ നദികളൊക്കെ പത്രങ്ങളിലും മറ്റും ഫോട്ടോ വരാൻ തുടങ്ങി. വേനൽ തുടങ്ങുമ്പോഴേക്ക് നദിയിലെ വെള്ളം വറ്റി വരണ്ടുപോയി. പേരൊക്കെ നല്ല പേരാ, നല്ല ഉഷാറുള്ള നദി എന്നാണ് ആ പേര്. പക്ഷെ മഴ അങ്ങോട്ട് പെയ്ത് ഉഷാറാകുന്ന സമയത്ത് നിറഞ്ഞു നിൽക്കും. അപ്പോൾ നിറഞ്ഞു നിൽക്കുന്നൊരു ഫോട്ടോ വേറെ വരും. വേനൽ തുടങ്ങുമ്പോഴേക്ക് വറ്റി വരണ്ട് അടിയിലെ പാറക്കൂട്ടങ്ങളും മറ്റുമൊക്കെ കാണും. ഒരേ അവസ്ഥയില്ല, നിലനിൽപ്പില്ല ദുനിയാവ് എന്ന് പറയുന്ന ലോകത്തിന്. മാത്രമല്ല സഹോദരങ്ങളെ, വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്കും നനയാതെ പുറത്തു വരാൻ കഴിയില്ലല്ലോ. കഴിയോ? വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരാൾക്ക് നനയാതെ പുറത്തു വരാൻ കഴിയോ? കഴിയില്ല. അതേപോലെയാണ് ദുനിയാവും. ദുനിയാവിൻ്റെ ഫിത്നയിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ദുനിയാവിൻ്റെ ഫിത്നയിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. വെള്ളം ഒരളവിൽ ഉണ്ടായാൽ എന്നും ഉപകാരമാണ്. അളവിൽ കൂടുതലായി അത് അധികരിച്ചാലോ ചിലപ്പോൾ നാശങ്ങൾ വരും. വെള്ളം അളവിൽ കൂടുതലായി വന്നാൽ എന്തുണ്ടാകും? കൃഷി നശിക്കും. കൃഷിക്ക് പാകപ്പെട്ട അളവേ പറ്റൂ. അപ്പോൾ സഹോദരങ്ങളെ, കൃഷി നട്ടിരിക്കുന്ന സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച് ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ പറിക്കാറായി. ആ കൃഷിയിടത്തിലേക്ക് ഒരു മലയിൽ നിന്ന്, ഒരു പാറയിൽ നിന്ന് ഒന്നാകെ പൊട്ടി ഒഴുകിയിട്ട് വെള്ളം നിറഞ്ഞു നിന്നാലോ, കുറഞ്ഞ ദിവസം കെട്ടി നിന്നാൽ തന്നെ മതി, ആ കൃഷി മുഴുവനും നശിച്ചുപോയി. കാരണം പരിധിയിലധികം അത് വിട്ടുപോയാൽ അങ്ങനെയാണ്. അത് നമ്മുടെ പരിസരത്തുള്ള കുളത്തിലെയും കിണറ്റിലെയും വെള്ളങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു അളവിൽ ഉണ്ടായാൽ അത് ഉപകാരമാണ്. അളവിൽ നിന്ന് വിട്ടുകടന്നാലോ സംഗതി പ്രതിസന്ധിയാണ്. കണ്ടില്ലേ നിങ്ങൾ കടലിലുള്ള ജലാശയങ്ങൾ? ഒരു അളവിൽ അങ്ങനെ നിന്നാൽ അത് ഉപകാരമാണ്. ആ അളവിലനുസരിച്ച് മാറിപ്പോയാലോ, പരിസര പ്രദേശങ്ങളിലേക്ക് അടിച്ചു വീശിയാലോ, അവിടെ താമസിക്കുന്ന ആളുകളുടെ കുടിലുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും മുഴുവനും തകർന്ന് തരിപ്പണമായി പോകും. ദുനിയാവും അങ്ങനെ തന്നെയാണ്. ഒരു അളവിൽ മാത്രമായാൽ അതിന് വലിയ ഉപകാരമാണ്. പരിധി വിട്ടുകടന്നാൽ, പറ്റാത്തത് വന്ന് ചേർന്നാൽ വലിയ ഉപദ്രവവും ബുദ്ധിമുട്ടുമാണ്. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഉരീദു അൻ അകൂന മിനൽ ഫായിസീൻ, വിജയിക്കുന്നവരെ കൂട്ടത്തിൽ പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്ത് വേണം? എനിക്ക് ദുനിയാവിൽ തന്നെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണം. തങ്ങൾ പറഞ്ഞു, ദരിദ്ദുന്യാ, ദുനിയാവിനെ ഉപേക്ഷിക്കണം. വഖുദ് മിൻഹാ കൽമാഇർ റാകിദി, ദുനിയാവിൽ നിന്ന് നീ സ്വീകരിക്കണം കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ. പാകത്തിനുള്ള വെള്ളമല്ലേ കെട്ടി നിൽക്കുന്ന വെള്ളം. ഫഇന്നൽ ഖലീല മിൻഹാ യക്ഫി, അതിൽ നിന്ന് പാകത്തിനുള്ളത് മതിയാകും. വൽ കസീറ മിൻഹാ യുത്ഗി, ധാരാളം വർദ്ധിക്കുമ്പോൾ സംഗതി റൂട്ട് തെറ്റിപ്പോകും. റൂട്ട് തെറ്റും, പിന്നെ പല മാർഗങ്ങളിലേക്കും പോകും.
ഒന്നിൽ നിന്ന് വേറൊന്ന്, അതിൽ നിന്ന് വേറൊന്ന്, അതിൽ നിന്ന് വേറൊന്ന് റൂട്ട് തെറ്റിപ്പോയാൽ സുബ്ഹാനല്ലാഹ് പിടിച്ചാൽ കിട്ടൂല. പിന്നെ പോകുന്ന മാർഗങ്ങളൊക്കെ വഴിതെറ്റിയ കുറേ മാർഗങ്ങളിലേക്ക് പോയാൽ ഒന്നിനും പറ്റാതെയാകും. അങ്ങനെ ഇഷ്ടം പോലെ അങ്ങോട്ട് ആളെ കയ്യിൽ വന്നപ്പോൾ പിന്നെ ആൾക്ക് തോന്നി ഈ കച്ചവടങ്ങളെ കൊണ്ടൊന്നും കാര്യമായിട്ട് നിലനിൽപ്പില്ല, അതുകൊണ്ട് നാട്ടിലെപ്പോഴും നല്ല കോളുള്ള, എപ്പോഴും നല്ല സ്ഥിരമായിട്ട് ചെലവുള്ള ഒന്ന് തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് മേൽവിലാസം നിങ്ങളുടേതാകണ്ട, ഒരു ബീവറേജ് ഷോപ്പ് തുടങ്ങിയാൽ മതി, എപ്പോഴും ചിലവാണ് അതിനെന്ന് മനസ്സിലായത്. വരുമാനം ഇങ്ങനെ ഓരോ ദിവസവും രാത്രി 12 മണിയാകുമ്പോഴേക്ക് വരുമാനം ഇങ്ങനെ വരില്ലേ, എത്രയാ വരുമാനം, അതാ പിന്നെ അതിലേക്കും ശ്രമിച്ചു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഇതേ രൂപത്തിൽ തന്നെ വേറൊരു നിശാ ക്ലബ്ബും കൂടി തുടങ്ങിയാൽ മതി, കുറച്ചുകൂടി ഉപകാരം ഉണ്ടാകും. അപ്പോൾ അതും ഒരു ഭാഗത്തുകൂടെ. ഇതിങ്ങനെ വർദ്ധിച്ചപ്പോൾ അങ്ങനെ തോന്നി, പല ഘട്ടങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ പിന്നെ റൂട്ട് തെറ്റിപ്പോയി. വൽ കസീറ മിൻഹാ യുത്ഗി, അതിൽ നിന്ന് ധാരാളം കിട്ടുമ്പോൾ പേച്ചു പോകും, തെറ്റിപ്പോകും. പാകത്തിന് മതി എന്ന് പറഞ്ഞാൽ അതാണ് വൽ ഖലീല മിൻഹാ യക്ഫി. പിന്നെ ദുനിയാവൊക്കെ അല്ലാഹു തആല തരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ദുനിയാവ് കൊണ്ട് ദീനുണ്ടാക്കണം, അതിനാണ് ദുനിയാവ് പ്രധാനമായിട്ട് തരുന്നത്. നമ്മൾ നേരത്തെ ഹുസ്നുൽ അമൽ വിശദീകരിച്ചപ്പോൾ ഇമാം അബൂ സഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ വായിച്ചു. ദുനിയാവ് കൊണ്ട് ദീനുണ്ടാക്കണം, ആഖിറം ഉണ്ടാക്കണം. അങ്ങനെയാണ് മഹാന്മാരൊക്കെ അവർക്ക് കിട്ടിയ ദുനിയാവ് കൊണ്ട് ദീനും ഉണ്ടാക്കി, ആഖിറും ഉണ്ടാക്കി. നമ്മളെക്കാൾ എത്രയോ സമ്പത്ത് അധികരിച്ചിരുന്ന സ്വഹാബിമാരെ കണ്ടില്ലേ നിങ്ങൾ? സ്വഹാബിമാരെ കൂട്ടത്തിൽ വലിയ സമ്പന്നനായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സമ്പത്ത് കൊണ്ട് മഹാനവറുകൾ എന്ത് ചെയ്തു? ദീന് നിലനിർത്തി, ആഖിറത്തിൽ ഒരുപാട് മോക്ഷമുണ്ടാക്കി. അതിന് തന്നെ മഹാനവറുകൾ പരിശ്രമം നടത്തിയത് ചെറുതൊന്നുമല്ല. കച്ചവട രംഗത്തുള്ള ലാഭം മുഴുവനും ഉപയോഗിച്ച് നാട്ടിലുള്ള അടിമകൾക്ക് മോചനം നൽകി, അതേ രൂപത്തിൽ തന്നെ മിസ്കീന്മാർക്ക് ഭക്ഷണവും മറ്റും എത്തിച്ചു കൊടുത്തു. കിട്ടുന്ന ലാഭങ്ങളിൽ നിന്നൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കൊരു തുക വകയിരുത്തി, അത് ചിലപ്പോൾ ആഴ്ചയിലോ 2 ആഴ്ചയിലോ കൊണ്ടെത്തിക്കും, പൊതുകാര്യങ്ങളിലേക്ക് കൊടുക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സാമ്പത്തിക വർധനവ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ചിലപ്പോഴൊക്കെ ചരക്ക് വരാറുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 500-600 ഒട്ടകത്തിൻ്റെ പുറത്താണ്. ഗോഡൗണിൽ സൂക്ഷിക്കാനുള്ള ചരക്ക് വരുന്നത്, ആ ഗോഡൗണിൽ നിന്നാണ് വിവിധ കച്ചവട സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എത്രമാത്രം അധികരിച്ച സ്വത്താണ്. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ദീന് നിലനിർത്താനും ആഖിറം സമ്പാദിക്കാനും ആ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു പോയി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ വരൾച്ച ബാധിച്ച സമയം സമ്പത്ത് കച്ചവടക്കാർക്ക് മുഴുവനും കുറവാണ്. കച്ചവടക്കാർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഗോഡൗണിൽ സ്വത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ലാഭം പറഞ്ഞുകൊണ്ട് മഹാനവറുകളുടെ അടുത്ത് വന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ചരക്ക് തരണം, നിങ്ങൾക്ക് ഞങ്ങൾ ഓരോന്നിനും 10 ദിർഹം ലാഭത്തിന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ 10 എനിക്ക് തരുന്നത്? 20 എനിക്ക് തരാനുള്ള ആളുണ്ട്. അപ്പോൾ കച്ചവടക്കാർ പറഞ്ഞു, നമ്മൾ 10 ലാഭം പറയുമ്പോൾ നമ്മളറിയാതെ ഈ നാട്ടിൽ ഏതെങ്കിലും കച്ചവടക്കാർ സ്വകാര്യമായിട്ട് വന്ന് ഞാൻ 20 തരാമെന്നെങ്ങാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് കൈക്കലാക്കിയോ എന്നാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ധാരണ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് അവരോട് പറഞ്ഞു, 20 നിങ്ങൾ 10 തരുന്നത്, 20 തരാനൊക്കെ ആളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ കുറച്ചു നേരം ഇങ്ങനെ ആലോചന നടത്തി എന്ത് ചെയ്യണം. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ 20 ദിർഹം തരാം, 20 ദിർഹം തരാം. അപ്പം ഞങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് വാങ്ങുന്നതിലുള്ള വില ഒരു 5 അല്ലെങ്കിൽ 6 ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ലാഭമാകുമല്ലോ. അതിൻ്റെ ശരിക്കും ആ വസ്തുവിൻ്റെ വില ഒരു 5 ദിർഹമാണെങ്കിൽ ബാക്കി 15ഉം ലാഭമാണ്. അത്രയും ലാഭത്തിന് ഞങ്ങൾ വാങ്ങിക്കോളാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 20 ഞങ്ങൾ ഉദ്ദേശിച്ചത്, 40 തരാൻ എനിക്ക് ആളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് ബാക്കോട്ട് വന്നു, ഇനി ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, കാരണം ഇത്ര ലാഭം കൊടുത്ത് ചരക്ക് വാങ്ങി നമ്മളത് കച്ചവടം ചെയ്തിട്ട് ചിലവായിട്ടില്ലെങ്കിൽ നഷ്ടാകൂലേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ഗോഡൗണിലുള്ള ഈ ചരക്ക് മുഴുവനും വരൾച്ച പറ്റിയ നേരമല്ല, ഈ നാട്ടിലെ മിസ്കീന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനു പകരം എനിക്ക് ഞാൻ പറഞ്ഞതല്ല അതിലധികം ഒന്നിനു പകരം അല്ലാഹു 700 തരും. വല്ലാഹു യുളായിഫു ലിമൻ യശാ. 700 അല്ലാഹു ഒതുക്കിയിട്ടില്ല. 700 അല്ലാഹു ഒതുക്കിയിട്ടില്ല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു വീണ്ടും വർധനവ് നൽകും. എത്ര അല്ലാഹു ഉദ്ദേശിച്ച അത്ര. അതിന് കണക്കില്ല. അല്ലാഹുത്തേൽ എത്രയാണോ വർധന ഉദ്ദേശിക്കുന്നത് അത്ര കണക്കാക്കും. ആ ഗോഡൗണിലെ ചരക്ക് മുഴുവനും വരൾച്ച ബാധിച്ച സമയത്ത് വൻ ലാഭം കിട്ടും എന്ന് കണക്കൂട്ടുന്ന സമയത്ത് മിസ്കീന്മാർക്ക് കൊടുത്തു. എന്തായിരിക്കും സഹോദരങ്ങളെ ആ സ്വതക്കയുടെ ഒക്കെ ഒരു മൂല്യം എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ ധനം കൊണ്ടല്ലേ തബൂക്കിലേക്കുള്ള യാത്ര ഒരുങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുളിർമയാർന്നപ്പോഴാ തങ്ങൾ പറഞ്ഞത് മാലറ ഉസ്മാന മാ അമില ബഅദൽ യൗം. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്താലും മഹാനവറുകൾക്കത് പരിക്കേൽക്കുകയില്ല, പ്രശ്നമായി വരില്ല. എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യും എന്ന അർത്ഥത്തിലല്ല, ചെയ്യാതിരിക്കാനുള്ള കാവൽ അല്ലാഹു നൽകും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അത്രയും സന്നാഹമാണ് ഒരുക്കി കൊടുത്തത്. ചെറുതല്ല, പ്രതീക്ഷിക്കാത്ത അത്രയും വലുത്. സഹോദരങ്ങളെ, ദുനിയാവ് അല്ലാഹു തആല നൽകിയത് അതിനാണോ? അതിനാണ്. ദുനിയാവ് കൊണ്ട് പരിധി വിട്ട് സുഖിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദീനും പോയി, ആഖിറവും പോയി. അതിനാണ് ഖുർആൻ നമുക്ക് ഉദാഹരണം പഠിപ്പിച്ചു തരുന്നത്. ഖാറൂനിന്റെ ചരിത്രം. വിവരം ഇല്ലാത്ത ആളല്ല ഖാറൂൻ. ഖാറൂന് പണ്ഡിതനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകനാണ്. ആ ഖാറൂന് മൂസാ നബിയും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ തൗറാത്ത് നന്നായി വായിക്കാനും പഠിപ്പിക്കാനും പ്രബോധനം നടത്താനൊക്കെ നല്ല പ്രാവീണ്യം നേടിയ ആളാണ്. പക്ഷേ സമ്പത്തിൽ പരീക്ഷിക്കപ്പെട്ടു പോയി. സമ്പത്ത് കൊണ്ട് സുഖിച്ച് പരിധി വിട്ട് സുഖിച്ചു. ആ സമ്പത്ത് കാരണം തന്നെ ഖാറൂൻ ഇന്നും ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി വിഴുങ്ങിയതാണ് ഖാറൂനെയും ഖാറൂന്റെ കൊട്ടാരത്തെയും. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. അല്ലാഹുവിൻ്റെ തീരുമാനം നോക്ക് നിങ്ങൾ. ആ കൊട്ടാരത്തിലാണ് കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നത്. കോടിയല്ല, കോടാനക്കോടി. കാരണം അതിൻ്റെ കണക്ക് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. എത്ര കണക്ക് പറയേണ്ടത്? മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ. ഖാറൂന്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ കണക്ക് അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്. നല്ല ആരോഗ്യമുള്ള കുറച്ച് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം താക്കോലുകളുണ്ട്. നിധിശേഖരങ്ങളുടെ താക്കോല് ഒരൊട്ടകത്തിൻ്റെ പുറത്ത് തന്നെ എത്ര ടണ്ണ് താക്കോല് ചുമക്കും? അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള താക്കോലുകളുടെ ഖജനാവുകൾ എത്ര ഉണ്ടാകും? അതൊരു 10 ഒട്ടകങ്ങളെ പുറത്താണ് താക്കോൽ ചുമക്കുന്നതെങ്കിൽ ഖജനാവിൽ എത്ര ഉണ്ടാവും? അതാ പറഞ്ഞ കണക്ക് നമുക്ക് കൂട്ടാൻ കഴിയൂല. അത്രയും അധികം അല്ലാഹു തആല നൽകിയിട്ട് ദീനിന് കൊടുക്കാൻ പിശുക്ക് കാണിച്ചു. അവിടെയാണ് ഖാറൂൻ തോറ്റത്. എവിടെ കൊടുക്കാൻ? സക്കാത്ത് കൊടുക്കാൻ. ചെറിയ ഒരു നിർബന്ധമായ വിഹിതമാണ് സക്കാത്ത് എന്ന് പറഞ്ഞത്. ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൻ്റെ പകുതി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സക്കാത്തിൻ്റെ കണക്ക് നോക്ക് നിങ്ങൾ. ഏത് സക്കാത്തിൻ്റെ കണക്ക് നോക്ക് നിങ്ങൾ. കാൽഭാഗം കൊടുക്കാൻ പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ അതിൻ്റെ ശതമാനം മൊത്തം കൂട്ടിയിട്ട് 20% കൊടുക്കാൻ വേണ്ടി പറഞ്ഞോ? ഇല്ല. വളരെ ചുരുങ്ങിയതല്ലേ സഹോദരങ്ങളെ പറഞ്ഞത്? ചുരുങ്ങിയ കണക്ക്. ആ ചുരുങ്ങിയ കണക്കും കൂടി കൊടുക്കാൻ പിശുക്ക് കാണിച്ചു. ഒന്നും കൊടുക്കൂല എന്ന് ഖാറൂൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, സമ്പത്ത് കൊണ്ട് പിന്നെ വഴികെട്ട പ്രവർത്തനം നടത്തി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിച്ചു. എങ്ങനെ? ഒരു മധുര 17കാരിയായ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നു. ആ പെൺകുട്ടിയോട് പറഞ്ഞു, കൊട്ടാരത്തിൽ അങ്ങനെ തരാ ഇങ്ങനെ തരാ, നിന്നെ കല്യാണം കഴിക്കാം. ഇല്ലേ, മുതലാളിയല്ലേ? ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുഴുവനും ആഭരണങ്ങൾ അണിയിപ്പിച്ചു. പക്ഷെ ഒന്ന് പറയണം, ആ പെൺകുട്ടി ഞാനും മൂസാ നബി അലൈഹിസ്സലാമും അവിഹിത ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് പറയാനാണ് കൊണ്ടുവരുന്നത്. ആ പെൺകുട്ടി സ്റ്റേജിൽ വന്ന് തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലിയുടെ മുന്നിൽ അത് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായി പോയിട്ട് വിവരം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ആ സദസ്സിൻ്റെ മുന്നിലെത്തി. പെൺകുട്ടിയോട് ചോദിച്ചു, പെണ്ണേ, നീ പറഞ്ഞ മൂസയെ നീ കണ്ടിട്ടുണ്ടോ? പെണ്ണേ,
കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറയൂ, എവിടെ വെച്ചാണ് എപ്പോഴാണ് കണ്ടത് എന്ന് പറയൂ. പെൺകുട്ടി ചോദിച്ചു, നിങ്ങളാണോ മൂസാ നബി അലൈഹിസ്സലാം? അതെ, ഞാനാണ്. ഇല്ല ഇല്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോയതാണ് ഞാൻ. ഖാറൂന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ നിരപരാധിയാണ്. ഇക്കണ്ട സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് വെച്ച് നീട്ടി. മാത്രമല്ല ജീവിത സഖിയാക്കി എന്നെ കൂട്ടാമെന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കൊട്ടാരത്തിൽ വലിയ സ്ഥാനമോഹങ്ങളൊക്കെ എനിക്ക് നൽകിയപ്പോൾ ഞാൻ അതിൽ പെട്ടുപോയതാണ്. പെൺകുട്ടി അതിൻ്റെ നിരപരാധിത്വം തുറന്നു പറഞ്ഞു. പക്ഷേ വിവരമുള്ള ഖാറൂൻ സമ്പത്ത് കൊണ്ട് ജയിക്കേണ്ടിടത്ത് തോറ്റുപോയതാണ്. അതുകൊണ്ടാണ് ഹദീസിൽ ഇവിടെ പറഞ്ഞത് വൽ കസീറ മിൻഹാ യുത്ഗീ, അധികം വരുന്നത് വഴിതെറ്റിച്ചു കളയും, ശ്രദ്ധിക്കണം. അധികം വരുന്നത് വഴിതെറ്റിച്ചു കളയും, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇത്രയും അധികം സമ്പത്ത് അല്ലാഹു തആല കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായി ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിശുക്ക് കാണിച്ച ഖാറൂൻ അതിന് പുറമെ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ വഴികെട്ട പ്രവർത്തനം നടത്തിയത്. ഒരു നബിക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം കടുത്ത വിഷയമാണത്. അതിനാണ് ആ പെണ്ണിൻ്റെ കയ്യിൽ മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ കഴുത്തിലും കാതിലും അരയിലും ഒക്കെ നന്നായിട്ട് കെട്ടിത്തൂക്കിയത്. അതിനാണ് ആ പെണ്ണിന് കൊട്ടാര ജീവിതം വാഗ്ദാനം ചെയ്തത്. ഇതൊക്കെ സമ്പത്തിൻ്റെ പേരിലല്ലേ കളിച്ച കളി. മൂസാ നബി അലൈഹി സ്വലാം 2 റക്അത്ത് നിസ്കരിച്ച പടച്ച റബ്ബിനോട് ചോദിച്ചു, റബ്ബേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹു തആല മൂസാ നബിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഭൂമി വിട്ടു തന്നിരിക്കുന്നു, ഭൂമിയോട് പറഞ്ഞോളൂ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാറൂനിൻ്റെ കൂടെ നിൽക്കാനുള്ളവരൊക്കെ നിന്നോളൂ, മാറാനുള്ളവർ മാറിക്കോളൂ. കുറച്ചാൾക്കാർ ആദ്യഘട്ടത്തിലൊക്കെ നിന്നു. ജയിച്ചാൽ കൊട്ടാരത്തിലൊരു സീറ്റ് ഉറപ്പ്. എന്നാൽ ഖാറൂൻ്റെ സമ്പത്ത് കണ്ടാണ് ആ കൂടെ നിൽക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഒരു മുതലാളി ഇല്ല സമ്പത്തിനോടൊക്കുന്നത്, ഒറ്റൊന്നില്ല. ലോകരാഷ്ട്രത്തിലുള്ള കോടിപതികളെ മൊത്തം കൊന്നു കൂട്ടി നോക്കിയാൽ ആ സമ്പത്തിൻ്റെ ഒരു ഭാഗത്തൂല. അതുകൊണ്ടാണ് ഖുർആൻ അത്തരത്തിൽ അതിൻ്റെ കണക്ക് പറഞ്ഞത്. ഇപ്പോഴുള്ള കോടിപതികളെ മൊത്തം കൊണ്ട് കൂട്ടിക്കൊണ്ട് ഒരു 500 എണ്ണം ഖാറൂൻ്റെ സ്വത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തെത്തൂല. അത്രയും വിശാലമായ സമ്പത്താണ് അള്ളാഹു കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് കളിച്ച കളിയാണിത്. രക്ഷപ്പെടാൻ കഴിഞ്ഞോ? രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിൽക്കുന്നവർ നിന്നോട്ടോ, മാറിക്കോളൂ, ശിക്ഷ വരാൻ പോകുകയാണ്, ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയൂല. ബക്കറ്റ് വരുന്നുണ്ട്. വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നമ്മളെ സദസ്സിൻ്റെ സമാപനം കൂടിയാണ്. നല്ല സംഭാവന ഇട്ടുകൊടുക്കുക. നമ്മൾ നേരത്തെ നിർദ്ദേശിച്ച നമ്മുടെ സ്ഥാപന സംരംഭത്തിന് വേണ്ടി ഇന്നലെ പലരും സഹായങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും ഉസ്താദ് അവർകളോട് വിളിച്ചു പറഞ്ഞവരുണ്ട് പലരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ റിഫായി എന്ന് പറയുന്ന സഹോദരൻ ഒരു 100 സ്ക്വയർ ഫീറ്റ് ആ വിഷയത്തിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഹലാല ലക്ഷ്യങ്ങൾ മുഴുവനും അള്ളാഹു ഹാസിലായി കൊടുക്കട്ടെ. ഒരുപാട് കാലം ദീനിൻ്റെ ഖിദ്മത്തിന് എല്ലാവിധ ബറക്കാത്തുകളും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരെ കച്ചവടങ്ങളിലും കാര്യങ്ങളിലൊക്കെ അല്ലാഹു തആല നല്ല അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ആരെല്ലാം ആ കുടുംബക്കാരിൽ നിന്ന് വിട പറഞ്ഞവരുണ്ടോ എല്ലാവരെ ഹദ്റത്തിലേക്കും ഈ മജ്ലിസിൻ്റെ വലിയ സന്തോഷം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദ്വാരക്കണം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, സമാപനം കൂടിയാണ്. ഞാൻ ആയത്തൊന്ന് ചെറിയ രൂപത്തിൽ നിന്ന് വിശദീകരിച്ച് നിർത്തും. നേരത്തെ ഉസ്താദ് അവർകൾ ഉണർത്തി മാസാന്ത ദിക്റിൻ്റെ ഭാഗമായിട്ടൊരു 100 തഹ്ലീലും കൂടി ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്കേണ്ടതുണ്ട്. കൊടുത്ത കവറുകൾ ആ ബക്കറ്റിൽ ഇടാൻ മറക്കരുതെന്നും കൂടി അറിയിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഖാറൂൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നിന്നോളൂ എന്ന് 2ാം പ്രാവശ്യം പറഞ്ഞപ്പോൾ പിന്നെ വിരലിലുണ്ടാവുന്ന കുറച്ചാളായി, ബാക്കിയുള്ളവരൊക്കെ മാറി. 3ാമത്തെ പ്രാവശ്യം കുറച്ച് ഊക്കിൽ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം, ഇനി പറയിലോട്ടെ, ലാസ്റ്റ് 3ാമത്തെ ഘട്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 2-3 ആൾക്കാർ മാത്രമേ, ബാക്കിയുള്ളവരൊക്കെ മാറി. പിന്നെ ഭൂമിയോട് പറഞ്ഞു, യാ അർളു ഖുദീഹിം, ഭൂമി അവരെ പിടിക്കൂന്ന് പറഞ്ഞു. പിടിക്കൂന്ന് പറഞ്ഞപ്പോഴേക്ക് തായോട്ടൊരു വലി, ഒരൊറ്റ വലിച്ചപ്പോൾ കാൽമുട്ട് വരെ തായോട്ട് താഴ്ന്നു പോയി. 2ാമതും മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാറൂന് കുടുംബക്കാരനാണ്, അങ്ങോട്ടൊന്നും മൂസാ നബി അലൈഹി സ്വലാം ഒരു നോട്ടവുമില്ല. യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി എന്ന് പറഞ്ഞു. ഊരഭാഗം വരെ തായോട്ട് വലിച്ചു. ജനങ്ങളൊക്കെ കാണുകയാണ് സഹോദരങ്ങളെ തായോട്ട് വലിക്കുന്നത്. 3ാമതും പറഞ്ഞു, യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി, സ്തനഭാഗം വരെ വലിച്ചു.
ആർത്തട്ടഹസിച്ചുകൊണ്ട് ഖാറൂൻ പറഞ്ഞു, മൂസാ അല്ലാഹു റഹീം, മൂസാ അല്ലാഹു റഹീം, നമ്മൾ കുടുംബക്കാരനാണ് എന്ന് ഓർക്കണം, പടച്ചോനെ ഓർത്ത് രക്ഷപ്പെടുത്തണം. മൂസാ നബി അലൈഹി സ്വലാം ഒറ്റ പറച്ചിൽ പറഞ്ഞു, യാ അർളു ഖുദിഹിം, പിടിക്കൂ ഭൂമി, ഭൂമി അങ്ങ് തായോട്ട് പിടിച്ചു കൊണ്ടുപോയി. തലേ ദിവസം കൂടെ നിന്ന ആളുകൾ പിറ്റേന്ന് ആ സ്ഥലത്ത് വന്നുകൊണ്ട് അവർ പറയുകയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, പടച്ച റബ്ബ് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിലുണ്ടാകും. അള്ളാഹു ചെയ്ത അനുഗ്രഹം കൊണ്ട്, ഔദാര്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഭൂമിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നും ഖാറൂന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അവന് ഏറ്റവും താഴ്ചയാണ് അള്ളാഹു കൊടുക്കുന്നത്, വലിയ ശിക്ഷയാണ് അള്ളാഹു തആല കൊടുക്കുന്നത്. എന്തേ കാരണം? സമ്പത്ത് കൊണ്ട് വഴികെട്ട പ്രവർത്തനം നടത്തിയതാണ് കാരണം. സഹോദരങ്ങളെ, ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട് കുടുങ്ങിപ്പോകരുത്. പരലോകം ഉണ്ടെന്ന ഓർമ്മയിൽ ദുനിയാവിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയോട് പറഞ്ഞത്, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ പാകത്തിനുള്ളത് ദുനിയാവിൽ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് ജീവിക്കാൻ, കുടുംബം പോറ്റാൻ, ഖിദ്മത്തുകൾ ചെയ്യാൻ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ, സാമ്പത്തിക പുരോഗതി വർദ്ധിപ്പിക്കണം. വഴികെട്ട രീതിയിലേക്ക് ആ സമ്പത്ത് കൊണ്ട് മാർഗം ഒരുക്കരുത്. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. ബാധ്യതകൾ വീട്ടാതിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ ദുർചിന്ത വരും. ഈ ചിതലരിക്കുന്ന പണം ഇങ്ങനെ വെച്ചാൽ വെറുതെയാകുമല്ലോ, അതുകൊണ്ടത് പല ഭാഗങ്ങളിലേക്കും അങ്ങ് പോയി വികസിക്കട്ടെ എന്ന് തോന്നും. അങ്ങനെ പോകുമ്പോൾ പിന്നെ വഴികെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ കുടുങ്ങിപ്പോകും. അതിന് മാർഗമാകരുത്. അള്ളാഹു നൽകിയത് നല്ല നല്ല മാർഗങ്ങളിലൂടെ വികസിപ്പിക്കണം, ചെലവാക്കണം, രണ്ടും ചെയ്യണം. അതിനാണ് അള്ളാഹു തആല തന്നത്. അതും നമ്മളെ കയ്യിൽ താൽക്കാലികമായി തന്നാണ്. ശാശ്വതാണോ? അല്ലല്ല. അത് പഞ്ഞി വെച്ചാൽ കഴിഞ്ഞു. ഏതെങ്കിലും ഒരാൾ എന്നാ ഉപ്പ തൽക്കാലം ആ ഉപ്പാൻ്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ മോതിരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഏതെങ്കിലും സമ്മതിക്കോ? ഇല്ല. അല്ല, അതൊരു ഒരു 300 മുതലല്ല 10 രൂപേൻ്റെ മുതലാണെങ്കിലും അത് വരും, അതയക്കും. ഒന്നുമില്ല, ഒന്നും എടുത്തിട്ടില്ല. അതാ എല്ലാവരും നോക്കിക്കോളൂ തെളിവിന്. അതാ കയ്യിലൊന്നുമില്ല, കാലിലൊന്നുമില്ല, പോവാണ്, അങ്ങനെ പോവുകയാണ്. താൽക്കാലികം തന്നതാണ്. താൽക്കാലികമായി തന്നത് ഈ രൂപത്തിലാണ് വികസിച്ച് വളർത്തേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പക്ഷെ അങ്ങനെയല്ല കഫറത്തിൻ്റെ അവസ്ഥ, സത്യനിഷേധികളുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. ഇക്കൂട്ടർ നബിയെ അവർ പ്രേമിക്കുന്നത്, അവർ പ്രണയിക്കുന്നത് ഈ ദുനിയാവിനെയാണ്. ദുനിയാവ് എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. പരലോകം അവർ മറന്നു. നഹ്നു ഖലഖ്നാഹും വശദദ്നാ അസ്റഹും. അല്ലാഹു പറയാണ്, നമ്മളാണ് അവരെ പടച്ചത്. വശദദ്നാ അസ്റഹും, അവരുടെ ശരീരത്തിൻ്റെ കെട്ടുറപ്പ് ഭദ്രമാക്കിയത് നമ്മളാണ്. വശദദ്നാ, നമ്മളാണ് ശക്തിപ്പെടുത്തിയത്. അസ്റഹും, അവരെ ശരീരത്തിൻ്റെ കെട്ടുറപ്പിനെ, ശരീരത്തിൻ്റെ കെണുപ്പുകളെയും ശരീരത്തിൻ്റെ ഓരോ അസ്ഥികളെയും കൂട്ടിഘടിപ്പിച്ച് ഭദ്രമാക്കിയത് നമ്മളാണ്, വേറെ ആരും അല്ല. ഒന്നും അല്ലാത്ത രീതിയിലല്ലേ മനുഷ്യനെ ഈ രൂപത്തിൽ സംവിധാനിച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇദാ ശിഇനാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. വഴിവിട്ട പ്രവർത്തനം നടത്തിയിട്ട് വീണ്ടും മനുഷ്യൻ വഴികേട് ചെയ്യുകയാണെങ്കിൽ, വഇദാ ശിഇനാ, നമ്മൾ ഉദ്ദേശിച്ചാൽ, ബദ്ദൽനാ അംസാലഹും തബ്ദീലാ, രൂപഭാവങ്ങൾ നമ്മൾ മാറ്റിമറിക്കും. അങ്ങനെ ചേഞ്ച് അല്ലാഹു വരുത്തിയിട്ടുണ്ടോ? ഉണ്ട്. കുരങ്ങന്മാരാക്കിയിട്ടില്ലേ നന്ദി കെട്ടവരെ? കൂനൂ ഖിറദതൻ ഖാസിഈൻ. മനുഷ്യരെ, നിങ്ങൾ പരാജിതരായ, നിന്യരായ, നീചരായ കുരങ്ങന്മാരായി മാറുക എന്ന് പറഞ്ഞിട്ടില്ലേ? പന്നികളാക്കിയിട്ടില്ലേ മറ്റൊരു സമുദായത്തെ? ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ വിഭാഗത്തെ തേച്ചുമാച്ച് ഉടച്ചു വാർത്തു കൊണ്ടുപോയി മറ്റൊരു വിഭാഗത്തെ ഇവിടെ പകരം കൊണ്ടുവരും. അതും അല്ലാഹു ചെയ്തതാണ്. നല്ല സൗകര്യങ്ങളിൽ ദുനിയാവിൽ ജീവിച്ചിട്ട് പടച്ച റബ്ബ് പറഞ്ഞത് കേൾക്കാതിരുന്നപ്പോൾ ആ സമുദായത്തെ മൊത്തം അല്ലാഹു നശിപ്പിച്ചു. പകരം മറ്റൊരു സമുദായത്തെ ഭൂമിയിൽ അല്ലാഹു കൊണ്ടുവന്നു.
ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽ ഏതെങ്കിലും ഒന്നിന് രക്ഷപ്പെടാൻ പറ്റിയോ? ആദ് ഗോത്രക്കാരിൽ ഏതെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? സമൂദ് ഗോത്രക്കാരിൽ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയോ? വിശ്വസിക്കാത്ത ഖൗമിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല. അവരൊക്കെ പോയിട്ട് പകരം പിന്നെ ഭൂമിയിൽ കൊണ്ടുവന്നത് പുതുമയുള്ളവരെയാണ്. ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. നമ്മൾ ഉദ്ദേശിച്ചാൽ അവരെ കൊണ്ടുപോയി പകരം മറ്റൊരു സമുദായത്തെ ഇവിടെ നമ്മൾ പകരമാക്കും. അതിനും നമുക്ക് കഴിവുണ്ട്. ഖുർആനിലൂടെ നിങ്ങൾക്ക് നാം അത് പകർന്നു നൽകിയിട്ടുണ്ട്. ഒരു സമുദായത്തെ അല്ല, പല സമുദായത്തെയും അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അത് നന്നായി ശ്രദ്ധിക്കുക, നന്നായി സൂക്ഷിക്കുക. ഇന്ന ഹാദിഹി തദ്കിറ, ഈ പറഞ്ഞത് മുഴുവനും തദ്കിറത്തുൻ, ഒരു ഉത്ബോധനമാണ്, ഒരു ഉണർത്തൽ മാത്രമാണ്. ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി സബീലാ. പരലോകം ഉദ്ദേശിക്കുന്നവർ പടച്ച റബ്ബിലേക്കുള്ള നല്ല മാർഗങ്ങൾ ഒരുക്കണം, വിശ്വാസം ദൃഢീകരിക്കണം, കർമ്മങ്ങൾ കുശലമാക്കണം, സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു പറയുന്നു ഇന്ന ഹാദിഹി തദ്കിറ, ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, നിർബന്ധമായിട്ട് നിങ്ങളോടൊന്നും പറയുന്നില്ല. ഇന്ന ഹാദിഹി തദ്കിറ, ഈ ആയത്തുകൾ ഇത്രയും ഓതിത്തന്നത്, ഇത്രയും ഉണർത്തിത്തന്നത് മുഴുവനും ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ, റബ്ബിലേക്ക് സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ച് നല്ല മാർഗങ്ങൾ ഒരുക്കണം, പടച്ച റബ്ബിലേക്ക് പോകാനുള്ള വഴിയൊരുക്കണം. അതിനെന്തെല്ലാം മാർഗങ്ങൾ ഇനി പോരായ്മയായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ, സൂക്ഷിക്കാത്തതും ശ്രദ്ധിക്കാത്തതും അതൊക്കെ ഭദ്രമാക്കി സൂക്ഷിക്കണം. ഏതെല്ലാം നിലക്ക് കർമ്മങ്ങളിൽ കുറവുണ്ടോ ആ കർമ്മങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം. വിശ്വാസരംഗത്ത് വൈകല്യങ്ങളുണ്ടോ തുടച്ചു നീക്കണം. ആത്മീയ സംസ്കരണ മാർഗങ്ങളിൽ കുറ്റമറ്റ രീതിയിലല്ലാത്തതുണ്ടോ തുടച്ചു മാറ്റണം. ഖൽബിന് പുരോഗതി നൽകണം, എന്നിട്ട് ആത്മീയമായ പരിവേഷം ഉണ്ടാക്കണം. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കൂല. പടച്ച റബ്ബിന്റെ മശീഅത്ത് മാത്രമേ ഇവിടെ നടക്കൂ. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. റബ്ബ് സുബ്ഹാനഹു വ തആല പരമജ്ഞാനിയാണ്, ഹക്കീമൻ, അവൻ യുക്തനാണ്. ഏത് കാര്യങ്ങൾക്കും അല്ലാഹു തആലാക്ക് യുക്തിയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് ഹിക്മത്തുണ്ട്. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി. ഇതുവരെ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കമായി അവസാനത്തെ 31-ാമത്തെ ആയത്ത്, യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു അവൻ്റെ റഹ്മത്തിൽ പ്രവേശിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബിൻ്റെ നേരായ വഴിയിലേക്ക്, ആ വഴിയിലൂടെ തൗഫീഖ് നൽകിയിട്ട് സ്വർഗത്തിലേക്ക്, അള്ളാഹുവിനെ കാണുന്നതിലേക്ക്, യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി. അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശ്യം പടച്ച റബ്ബിലേക്കുള്ള ശരിയായ മാർഗം അള്ളാഹു നൽകും. ആ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ച് അവൻ അവസാനം ഈമാനിലായി മരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും. വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. അക്രമികൾക്ക് അല്ലാഹു വേദനിപ്പിക്കുന്ന ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അക്രമികൾ അവിശ്വാസികളാണ്. അവർക്ക് അല്ലാഹു തആല ദുനിയാവിനൊക്കെ വാരിപ്പുണർന്നങ്ങനെ ജീവിച്ചു. അതേ ആഖിറത്തിൽ അല്ലാഹു തആല അവർക്ക് വലിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞ 4 ആയത്തുകൾ അവസാനം ഓതിയില്ലേ, ഈ ആയത്തുകൾ ഇറങ്ങിയത് ജൂതന്മാരെ പറ്റിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് മനസ്സിലായിട്ടും സിഫത്തുകളൊക്കെ അവർ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ പഠിച്ചത് ബോധ്യപ്പെട്ടിട്ടും ആ സിഫത്തുകളൊക്കെ മറച്ചുവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് അംഗീകരിക്കാതെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് അവസാനത്തെ നബി വരേണ്ടത് എന്ന് വാദിച്ചു. മാത്രമല്ല, മുനാഫിഖുകൾ എന്തെങ്കിലും കാര്യം നബി തങ്ങൾക്ക് എതിരെ ഉദ്ദേശിച്ചാൽ
അതിനവർക്ക് കൈകൂലി കൊടുത്ത് പ്രേരിപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ജൂതന്മാർ ചെയ്തിട്ടുണ്ട്. അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. അക്രമികൾക്ക് അല്ലാഹു തആല വേദനിപ്പിക്കുന്ന ശിക്ഷ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നല്ല വഴിയൊരുക്കണം. നമ്മുടെ ജീവിതം അതിനുള്ള മാർഗമായി മാറണം. പടച്ച റബ്ബിലേക്ക് അടുക്കുന്ന ത്വാഅത്തുകൾ, സുഹൃതങ്ങൾ, ആരാധനകൾ വർദ്ധിപ്പിക്കുക. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത്തഖദ ഇലാ റബ്ബിഹി സബീല എന്നതിൻ്റെ തഫ്സീറിൽ വത്തിബാഇ റസൂലിഹി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിൻപറ്റിയിട്ട് അള്ളാഹുവിലേക്കുള്ള മാർഗം ഒരുക്കാൻ. ഏത് വിഷയത്തിലും മുത്തുനബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യുക, ചെയ്തിട്ട് അള്ളാഹുവിലേക്കുള്ള മാർഗം സുഗമമാക്കുക. നമ്മുടെ ഇച്ഛപ്രകാരം കാര്യങ്ങളൊന്നും മാറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച രീതിയിൽ അനുധാവനം ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അതിന് നല്ല കഴമ്പുണ്ടാകും. അതേത് രൂപമാണെങ്കിലും, ഒരാൾ വീട്ടിൽ പോയി കിടക്കുന്ന ഒരു രൂപമാണെങ്കിലും കിടത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിൽ, ആ രീതിയിലാകണം സംവിധാനിക്കേണ്ടത്. രൂപങ്ങളൊക്കെ ആ രീതിയിൽ. രാവിലെ എഴുന്നേറ്റുകൊണ്ട് അയാൾ ഓരോ പ്രവർത്തനങ്ങളും തർത്തീബായി ചെയ്യുന്നതൊക്കെ ആ ഇത്തിബായിൽ, അധ്വാനിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും വികസന പ്രവർത്തനങ്ങൾ നടത്തും ഒക്കെ ആ ഇത്തിബായിലായിട്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിലേക്കുള്ള മാർഗം സുഗമമായി ഒരുക്കാൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.